കർത്താവിൽ പ്രിയ സ്നേഹിതരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വിശ്വാസപരമായി ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സാംസ്കാരികപരമായി ഒരേ മനോഭാവത്തിൽ ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഈ വിഷയം പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ റോൾസ് എമംഗ് വിമൻ എന്ന് പറയുന്നൊരു വിഷയം നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങളോടൊപ്പം ഈ ദേശത്ത് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയിൽ, എൻ്റെ സഹോദരിമാരിൽ, ഞാൻ എൻ്റെ കുടുംബത്തിൽ കണ്ട സ്ത്രീകളിൽ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളും, എൻ്റെ ശുശ്രൂഷാ മേഖലയിൽ കണ്ട് മനസ്സിലാക്കിയ സത്യങ്ങളും, പഠനത്തിലൂടെ, അനുഭവത്തിലൂടെ, കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കിയ സത്യങ്ങളും എല്ലാം ചേരുന്നതാണ് ഇന്നത്തെ ഒരു ശുശ്രൂഷ. നമ്മൾ റോൾ എന്ന വാക്ക്, മൾട്ടിപ്പിൾ റോൾ എന്ന വാക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് റോൾ എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാവണം. റോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഒരു ജെൻഡറിനേക്കാളപ്പുറം ഒരു വ്യക്തിക്ക് അയാളിൽ അസ്യൂംഡ് ആയിരിക്കുന്ന ചില ഫങ്ഷൻസാണ് റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാളിൽ അസ്യൂം ചെയ്തിട്ടുള്ള ഫങ്ഷൻസിനെ നമുക്ക് റോൾ എന്ന് പറയാം. റോൾ ഓഫ് വിമൻ ഇസ് നോട്ട് ഗിവൺ. അത് ആരുടെയും ഔദാര്യം കൊണ്ട് ലഭിക്കുന്നതല്ല, അത് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. സോ റൈറ്റ്, പ്രിവിലേജ് ആൻഡ് ഗിവൺ ഇസ് ഡിഫറെൻറ്റ്. അതായത് നൽകപ്പെടുക, ലഭിക്കുക, അവകാശപ്പെടുത്തി ലഭിക്കുക, ഇത് തമ്മിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ, സഭയിൽ, കുടുംബത്തിൽ അവരുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, അത് മറ്റൊരാളുടെ ഔദാര്യത്തിലൂടെ ലഭിക്കുന്നതല്ല, അവർക്ക് അവകാശപ്പെട്ടത് അവർ കൂടുതൽ അവരുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ വളരാൻ സാധിക്കുന്നതാണ്. മർത്തമറിയം സമാജത്തിൻ്റെ മോട്ടോ എന്താ? പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക. പ്രാർത്ഥന സന്ധ്യാനമസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥനയും ആരാധനയും ആത്മീയതയും എല്ലാം. എന്നാൽ പ്രവർത്തിക്കുന്നതും പ്രകാശിക്കുന്നതും എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സെൻ ഗുരുക്കളുടെ അടുക്കെ ഒരു മനുഷ്യൻ പഠിക്കാൻ അയച്ചത്. അയാളൊരു 3 PhD ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാൾ ഈ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പഠിക്കണം. അപ്പോൾ ഗുരു ഒന്നും മിണ്ടിയില്ല. ഒരു ചായ തരട്ടെ എന്ന് ചോദിച്ചു. ചായ തരാൻ പറഞ്ഞു. അങ്ങനെ ഈ 3 PhD ഉള്ള മനുഷ്യന് ഈ സെൻ ഗുരു ഇങ്ങനെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചായ നിറഞ്ഞിട്ടും ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ 3 PhD ഉള്ള മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് വട്ടാണോ? നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? ചായ നിറഞ്ഞല്ലോ, ഇനി എന്തിനാ ചായ കോപ്പയ്ക്കകത്ത് വീണ്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു? അപ്പോൾ ഈ ഗുരു 3 PhD ഉള്ള മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒഴിഞ്ഞ കപ്പം കൊണ്ട് വന്നാലേ പഠിക്കാൻ പറ്റൂ. നീ ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പഠിക്കാൻ വലിയ പ്രയാസമാണ്. കോൺഫറൻസിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ക്ലാസ്സോടെ കഴിഞ്ഞാൽ പിന്നെയും നിറഞ്ഞു, ഡിന്നർ കഴിഞ്ഞാൽ പിന്നെയും നിറഞ്ഞു. അപ്പം നിറഞ്ഞിരുന്നാൽ നമുക്ക് പഠിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞ കപ്പോടുകൂടെ വളരെ ശാന്തമായി നമുക്കിത് പഠിക്കാൻ സഹായിക്കട്ടെ. നമ്മൾ ചില വേദോസ്തത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില ആശയങ്ങൾ, സിനിമകളിലൂടെ, മൂവികളിലൂടെ നമ്മൾ കാണുന്ന ചില ആശയങ്ങൾ, ഇതെല്ലാമാണ് ഇന്ന് നമുക്ക് ഈ വിഷയം കുറച്ചുകൂടെ ലളിതമായി പഠിക്കാനായിട്ട് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ചിത്രം നിങ്ങൾ കണ്ടുള്ളതാണോ? കണ്ടുള്ളതാണ് അല്ലേ? വേദസ്വത്തിലെ കാര്യം ചോദിച്ചാൽ, അപ്പോൾ ഈ ഒരു ചിത്രം ഒരു സ്ത്രീക്ക് ആ സ്ത്രീയുടെ പരിമിതി എന്താണ്, പരിധി എന്താണ്, അതിനപ്പുറം നൈസർഗികമായ കഴിവുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്നൊരു ചിത്രമാണ്. ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിന്നും ആ സ്ത്രീക്ക് ഉള്ളിലുണ്ടായിരുന്ന സർഗാത്മകമായ, ഇൻട്രിൻസിക്കായ കഴിവുകളെ എങ്ങനെ ഒരു വലിയ ആശയത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക്, ഭാവിയിലേക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ കൾച്ചറലി റൂട്ടഡ് ആയിരിക്കുന്നത് ഒരു വീട്ടമ്മയായിരിക്കാനും, ഒരു നല്ല സ്ത്രീയായി, നല്ല ഭക്തയായ സ്ത്രീയായി, സമൂഹത്തോടും സഭയോടും കുടുംബത്തോടും ഒക്കെ ചേർന്ന് ഒതുങ്ങി ജീവിക്കാനാണ് ഇഷ്ടം. അതാണ് നല്ലൊരു വാക്ക്, ഒതുങ്ങി ജീവിക്കുക. എന്നാൽ നമ്മളിൽ എല്ലാം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ വലിയ പൊട്ടൻഷ്യൽസ് ഉണ്ട്.
മുമ്പേ പറഞ്ഞതുപോലെ സർഗാത്മകമായി നേടിയെടുക്കുന്നത് മാത്രമല്ല, ഉള്ളിൽ വലിയ പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്. എന്നാൽ ഈ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന കാരണങ്ങൾ, അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു സംസ്കാരം ഒരു കാരണമാണ്, കുടുംബം ഒരു കാരണമാണ്, കൂടെ കിട്ടിയ പാർട്ടി അത് വലിയൊരു കാരണമാണ്, കുടുംബത്തിലെ മുഴുവൻ ആളുകൾ അതെല്ലാം വലിയൊരു കാരണമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മളിലുള്ള ലീഡർഷിപ്പ് വളരുന്നത്. അതുകൊണ്ടൊരു സിറിയൻ ക്രിസ്ത്യൻ ഫാമിലിയിലെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പേര് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് എന്നാണ്. കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സ്ത്രീക്ക് നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളരണമെങ്കിൽ, അയാളുടെ സ്വപ്നങ്ങളനുസരിച്ച് ഉയരണമെങ്കിൽ, അയാളുടെ സാധ്യതകളെ ഉപയോഗിക്കണമെങ്കിൽ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സഹകരണത്തെക്കാൾ അപ്പുറം പ്രോത്സാഹനം ഉണ്ടാകണം. സഹകരണമൊക്കെ നമുക്ക് കുടുംബത്തിൻ്റെ ആവശ്യമില്ല. സഹകരണത്തെക്കാൾ അപ്പുറം പ്രോത്സാഹനം ഉണ്ടാകണം, ത്യാഗം ഉണ്ടാകണം. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വപ്നത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വളരാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഡിഗ്രി കൊണ്ട് അവസാനിക്കും പഠനം, അല്ലെങ്കിൽ PG കൊണ്ട് അവസാനിക്കും പഠനം, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് അവസാനിക്കും, അതേ കമ്പനിയിൽ 40 വർഷം ജോലി ചെയ്ത് മരിക്കും. അപ്പോൾ നമ്മളുടെ സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ മാത്രമല്ല കുടുംബം മുഴുവൻ ഒരു കൂട്ടായ്മയിലും സഹകരണം എന്ന് വാക്ക് ഉപയോഗിക്കുന്നില്ല, പ്രോത്സാഹനത്തിലും ഒരുമിച്ച് അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തി, സ്വപ്നങ്ങളെ കണ്ടെത്തി മുൻപോട്ട് പോവുകയാണ്. ഇവിടെ അത് ഒരാളുടെ മാത്രമല്ല, അതൊരു മ്യൂച്വലാണ്. ഭർത്താവിൻ്റെ സ്വപ്നങ്ങളിലും ഭാര്യ ഒരേപോലെ പങ്കാളിയായി തീരുകയും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ വളരാനായി എത്താനായി പറ്റുന്നിടത്തോളം എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാനൊരു അമ്മയുടെ കഥ പറയാം. ഈ അമ്മയുടെ പ്രത്യേകത, കൊച്ചിയിലാണ് അവർ ജീവിക്കുന്നത്. അവരൊരു വീട്ടമ്മയായ സ്ത്രീ, ജോലി ചെയ്യുന്നുണ്ട്, അവരങ്ങനെ നിരന്തരമായി ജോലിക്ക് പോകും. എന്നാൽ അവർക്ക് ഒരു ഹോബിയുണ്ട്, അവർ നന്നായി ചെസ്സ് കളിക്കും. ഈ ചെസ്സ് കളിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമാണ്, പക്ഷേ വീട്ടിൽ പറയാൻ ഒരു പേടിയാണ്, ഭയമാണ്. ഇപ്പം നിനക്ക് വല്ല ഭ്രാന്ത് വല്ലതും പിടിച്ചു, ഇപ്പം തന്നെ ചെസ്സ് കളിക്കാൻ പോകുന്നത്, ഇത് വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് ഭർത്താവ് എപ്പോഴും നിരുത്സാഹപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് അവൾ ആരും അറിയാതെ എന്നും അവൾ ജോലി ചെയ്തതിന് ശേഷം അവളൊരു ക്ലബ്ബിൽ പോയി ചെസ്സ് കളിക്കും. കൂട്ടുകാരൊക്കെ ഉണ്ട്, അങ്ങനെ ചെസ്സ് കളിക്കും. ഇതിങ്ങനെ തുടർന്നു. ഒരു ദിവസം അവൾ ജില്ലാതലത്തിൽ പ്രൈസ് നേടി. അങ്ങനെ കുറച്ചുകൂടെ മേളോട്ട് പോയി സംസ്ഥാന തലത്തിൽ പ്രൈസ് നേടി. അപ്പോൾ സംസ്ഥാനമൊക്കെ ആയിക്കഴിയുമ്പോൾ വീട്ടിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം ഇതെല്ലാവരും അറിയും, പത്രത്തിലിടും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ഭർത്താവിൻ്റെ വലിയ പിന്തുണയോടുകൂടെ ഈ സ്ത്രീ നാഷണൽ ലെവലിൽ പോയി. അങ്ങനെ 2ാമത്തെ 3ാമത്തെ സ്ഥാനം ലഭിച്ചു. അവരുടെ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, ചെസ്സിൽ ചാമ്പ്യൻ ആകണമെന്നുള്ള ആഗ്രഹം. അവരുടെ പ്രായത്തിൽപ്പെട്ട സ്ത്രീകളുമായിട്ടുള്ള മത്സരത്തിൽ അവർ ഉന്നതമായ വിജയം നേടി. അപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടായി. അതായത് അവരുടെ സ്വപ്നങ്ങൾ പലതും ബലി കഴിച്ചത് ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നതെല്ലാം വേണ്ടെന്ന് വെച്ച്, കുഞ്ഞുങ്ങളെ നോക്കണം എന്നൊക്കെ വിചാരിച്ച് വേണ്ടെന്ന് വെച്ച് അവസാനം അവർ വിചാരിച്ചു, ഇനിയും ഒരു പ്രൊമോഷൻ വന്നാൽ ഞാൻ ആ പ്രൊമോഷൻ പോകും. കാരണം ഇത്രയും നാളെൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ വളർത്തി, വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. അതല്ലേ നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ അത്രയും മൾട്ടി ടാസ്കിങ് അറിയാവുന്നവരാരുണ്ട്? രാവിലെ എഴുന്നേൽക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, അവിടെ അടുപ്പ് വെക്കുന്നു, അത് കഴിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് TV കാണുന്നു, വാട്സപ്പ് നോക്കുന്നു, ഇടയ്ക്ക് യൂട്യൂബ് കാണുന്നു, പിന്നെയും ജോലി ചെയ്യുന്നു, പിന്നെയും ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ഒരു മെഷീൻ പോലെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യമൃഗമായി ഒരു സ്ത്രീ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ത്രീക്ക് തോന്നിയത്, എൻ്റെ ഉള്ളിലെ സർഗാത്മകമായ വാസനകൾ ഞാനിന്ന് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അവർ കോയമ്പത്തൂരേക്ക് പോകുന്നു. അവരുടെ പ്രൊമോഷൻ കിട്ടി കോയമ്പത്തൂരേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ ചെന്ന് പ്രൊമോഷനൊക്കെ കിട്ടി അവർ ജോലിയിലൊക്കെ വളരെ ഫലകരമായി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നി, എനിക്കൊരു പുസ്തകം എഴുതണമെന്ന്. അപ്പോൾ അതുവരെ ഇതൊന്നും നടന്നിട്ടില്ല, ഒറ്റയ്ക്കൊക്കെ താമസിക്കുകയായതുകൊണ്ട് പുസ്തകം എഴുതാമെന്ന് വിചാരിച്ച് പുസ്തകമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചു, അതെല്ലാം വിതരണം ചെയ്തു. വീണ്ടും ജീവിതം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നിരന്തരമായി ഫോണുണ്ട്. വീട്ടിലെ സ്ഥിതി അവതാളത്തിലായി. ഭർത്താവ് നിത്യരോഗിയായി മാറുന്ന ലക്ഷണമാണ്. കാരണം ഒരു ചായ പോലും ഇട്ട് കുടിക്കാത്തവനായിരുന്നു. ഈ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിച്ചിട്ടുള്ളവനാണ്. 2 കുട്ടികളുണ്ട്. ഇടുന്ന ഡ്രസ്സ് പോലും ഒരിടത്തുനിന്ന് അപ്പുറത്തോട്ട് വെക്കാൻ പോലും അറിയത്തില്ല. വീട്ടിലെ ജോലികളൊന്നും ചെയ്ത് പരിചയമില്ല. ഇതെല്ലാം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഷുഗറെല്ലാം പ്രശ്നമായി. ഈ രീതിയിൽ പോയാൽ ഇയാൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്ന് ഈ സ്ത്രീക്ക് തോന്നിയിട്ട് അവരവരുടെ ജോലി രാജിവെച്ചിട്ട് തിരിച്ച് വീണ്ടും അവർ വീട്ടിലേക്ക് വന്നു.
ഇതാണ് ഒരു സാധാരണ സ്ത്രീക്ക് അവരവരുടെ സ്വപ്നങ്ങൾ കണ്ട് അതൊക്കെ നടക്കണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം ഈ വിഷ്യസ് സർക്കിളാണ്. ഇവിടെയാണ് നമ്മൾ ഈ കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ഉണ്ടാകേണ്ടത്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടെ കേട്ടാലേ ഇതിൻ്റെ പ്രയോജനമുള്ളൂ എന്നാണ് ഇവിടെ പലരുടെയും തലയാട്ട് കൊണ്ട് എനിക്ക് മനസ്സിലായത്. കൂടുതൽ ശക്തമായിട്ടൊന്നും പറയുന്നില്ല, കാരണം അഭിയൻ തിരുമേനി എന്നെ നേരത്തെ അറിയാവുന്നതാണ്. ഞങ്ങൾ തിരുമേനി ചെന്നൈയിലുള്ളപ്പോൾ ഞാൻ ചെന്നൈയിൽ ചെട്ട്പട്ടിൽ പ്രവർത്തിച്ചതാണ്. തിരുമേനി അന്നോട്ടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളെ വിപ്ലവമൊക്കെ പറഞ്ഞ് ഈങ്കില വിളിക്കുന്ന രീതിയിലോട്ട് ഞാൻ കൊണ്ടുവരുന്നില്ല. അത്യാവശ്യം നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് മാത്രമാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ളൊരു കാര്യം വാങ്ങിക്കാനായി ഭർത്താവിനോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല, കയ്യിലെ പണം എടുത്ത് ഉപയോഗിച്ച് വാങ്ങിക്കാം എന്ന ധൈര്യമുള്ള എത്ര സ്ത്രീകൾ കൈവക്കി? ആഹാ, അപ്പോൾ ഇനിയും ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ഇല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കും, അതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ മര്യാദ പഠിപ്പിക്കും അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് കുഴപ്പമില്ല. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ പേ എങ്കിലും ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ടോ? അതിനും കൈവക്കാം. നമ്മളുടെ ഈ അക്കൗണ്ട് നമ്മൾ മാത്രമാണോ കൈകാര്യം ചെയ്യുന്നത്, അതോ നമ്മുടെ വീട്ടിലെ അതിവിശുദ്ധനായ മനുഷ്യനും കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതിന് കൈവെക്കുന്നുണ്ടോ? എല്ലാവരും അതിവിശുദ്ധനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും. മൂന്നാമത്തത്, നിങ്ങളുടെ പേരിലാണോ നിങ്ങളുടെ വീട്ടിലെ മുഴുവൻ പ്രോപ്പർട്ടി? താക്കോൽ നമ്മുടെ കയ്യിലായിരിക്കും, പക്ഷേ പ്രമാണം നമ്മുടെ പേരിലാണ്. വഴക്കുണ്ടാക്കാനായിട്ട് വന്നിരിക്കുക. പ്രൊഫഷണൽ ഗ്രോത്ത്, അത് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ, നമ്മൾ സ്വപ്നം കണ്ട തരത്തിൽ വളരാനായി സാധിച്ചിട്ടുള്ളവർ കൈവയ്ക്കും. അതിന് കൈ കുറവാണ് അല്ലേ? ഇനി നമ്മൾ ആരോടും പറയാത്ത ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പം അത്യാവശ്യം വഴക്കിനുള്ളതായല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പഠിക്കാം. ഇപ്പോൾ ട്രഡീഷണലായി നമ്മൾക്ക് റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. ചാറ്റ് GPT യോട് ചോദിച്ചാലും ഇങ്ങനെ പറയും. അതായത് ഒരു സ്ത്രീയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്: മദർഹുഡ്, അമ്മയാകുക, കുഞ്ഞുങ്ങളെ പോറ്റുക, വളർത്തുക, ജനിപ്പിക്കുക. ഹൗസ് വൈഫ്, വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുക. അവരാണ് അടക്കമൊതുക്കമുള്ള സ്ത്രീകൾ. അതാണ് നമ്മുടെ സംസ്കാരത്തിൽ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണ്? ടീച്ചേഴ്സാണ്. എല്ലാ സ്കൂളുകളിലും അതുകൊണ്ട് ലേഡി ടീച്ചേഴ്സ് കൂടുതലും, ജെൻസ് ടീച്ചേഴ്സ് കുറവാണ്. അതിൻ്റെ പ്രശ്നമുണ്ട്. ഒരു പ്രോബ്ലം സോൾവിങ് വരുമ്പോൾ കുട്ടികൾ പഠിക്കുന്നത് ലേഡി ടീച്ചേഴ്സിൻ്റെ മാതൃകകളാണ്. അപ്പം അത് ഈക്വലി 50% സൺഡേ സ്കൂളും ഒക്കെ ജെൻസ് ലേഡീസ് ടീച്ചേഴ്സിൻ്റെ ആനുപാതികമായി എടുത്തെങ്കിൽ മാത്രമേ കുട്ടികൾ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നത് പഠിക്കത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്കൂളിലൊരു പ്രശ്നം ഉണ്ടായി. ഒരു ജെൻസ് ഒരു പുരുഷന്മാരിൽ ഒരാളാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നേരെ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്യുന്നു. എന്നാൽ ഒരു സ്ത്രീയാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് പോകണമെന്നില്ല, ഉടനെ എല്ലാവരും കൂട്ടി വിളിക്കുന്നു. അതിന് ഗുണവും ദോഷമുണ്ട്. ഗുണം ഇതാണ്, എല്ലാവരോടും ചേർന്ന് കളക്റ്റീവായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികൾ ഒരു വശം മാത്രം പഠിച്ച് വളരാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാത്തോടും ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ടീച്ചറാണ്, അല്ലെങ്കിൽ പിന്നെ നേഴ്സാണ്, അല്ലെങ്കിൽ പിന്നെ ഡോക്ടറാണ്. അപ്പോൾ പ്രൊഫഷണലായ ചില ഒക്യുപ്പേഷൻസ് കാലങ്ങളായി ഇത് സ്ത്രീകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കായികമായി അതിന് ചില വ്യത്യാസങ്ങളുണ്ടല്ലോ. സ്ട്രെങ്ത് വെച്ച്, മസിൽ പവർ വെച്ച് പുരുഷനും സ്ത്രീ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കായികമായി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ ജോലികളും സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈവ് ചെയ്യാം, പിന്നെ റോബോട്ടിക്സ് പഠിക്കണം, റോബോട്ടിക്സ് പഠിക്കാം, സയൻസ് പഠിക്കണം, സയൻസ് പഠിക്കാം. എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതിൻ്റെ മറുവശം നോക്കി. അപ്പോൾ ഒരു വശത്ത് ഈ കെയർ ഗീവറായി അല്ലെങ്കിൽ സാക്രിഫിഷ്യലായി, അത് ഇങ്ങനെയുള്ള ഒരു സ്വപ്നവും വാതർന്ന് പറയാതിരുന്നാൽ ത്യാഗം ചെയ്യുന്ന നല്ല സ്ത്രീയായിട്ട് മാറും. അല്ലെങ്കിൽ സ്പിരിച്വലായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ഇങ്ങനെയുള്ള ഒരു വിഷയവും സംസാരിക്കാതിരിക്കാമെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. അടുത്ത വിഷയം പറഞ്ഞാൽ എല്ലാം സമാധാനം പോകുന്നതാണ്. എന്നാൽ ഇതൊരു നമ്മളുടെ കാലം വരെ, എൻ്റെ അമ്മയുടെ കാലം വരെ, എൻ്റെ ഭാര്യയുടെ കാലം വരെ ഇത് മതി, കുഴപ്പമില്ല. ഓക്കെ, അതൊരു ദോഷമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ കൊടുത്താലും അത് അപ്പൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. എൻ്റെ അമ്മയോട് അത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യണമെന്നില്ല. കാരണം അതൊരു കാലഘട്ടത്തിലെ സ്ത്രീകളാണ്. എൻ്റെ ഭാര്യയും ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളിൽപ്പെട്ടാണ്. പക്ഷേ എൻ്റെ മകൾ ഇനി അങ്ങനല്ല. അത്രയും മാത്രമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. എൻ്റെ മകൾ വളർന്നു വരുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മയോ വളർന്ന സാഹചര്യമല്ല. അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനെങ്കിലും പറ്റിയില്ലെങ്കിൽ, ഇത് ഞാൻ എൻ്റെ ഒരു വർഷങ്ങളായിട്ടുള്ള കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുക, എല്ലാ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് വരുമ്പോഴും അതിൻ്റെ വിക്റ്റിമായി തീരുന്നത്, അതായത് എല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ ഒരു പണമില്ലാതെ, ഒരു സാധ്യതയില്ലാതെ, ഒരു ഉയർച്ചയില്ലാതെ, ഒരു ജോലി പോലും കണ്ടെത്താൻ പറ്റാതെ വരുന്ന ആ വീട്ടിലെ സ്ത്രീകളാണ്. അപ്പോൾ ഇതുവരെയുള്ളത് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനിയുള്ള തലമുറയെങ്കിലും നമ്മൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വളരാനും അതേസമയം തന്നെ കുടുംബത്തോട്, അത് കൊളാബറേറ്റീവാണ്. കുടുംബം ഇല്ലാതൊന്നും ഒരു ലീഡർഷിപ്പ് നമുക്ക് വേണ്ട. ഇപ്പോൾ ഇന്ത്യയിലൊരു വളരെ സക്സസ്ഫുള്ളായൊരു ബിസിനസ് ലേഡി വന്നു. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു ഐ വർക്ക് ഫോർ 20 hours. അപ്പോൾ അവർ ഭയങ്കര അതിശയം, 20 മണിക്കൂർ 22 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടാണല്ലോ ഇത്രയും സക്സസ്ഫുൾ ആയത്. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഡിവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ജോലിയൊന്നുമില്ലല്ലോ, കുഞ്ഞുങ്ങളെ നോക്കണ്ട, ഭർത്താവിൻ്റെ കാര്യം നോക്കണ്ട, വീട്ടിലെ കാര്യം നോക്കണ്ട, സുഖമാണ്. അപ്പോൾ ഫാമിലിയെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള ലീഡർഷിപ്പിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. കൊളാബറേറ്റീവായ ലീഡർഷിപ്പാണ്, വളരെ മ്യൂച്വാലിറ്റിയിലൂടെ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ പുതിയ കാലഘട്ടത്തിലെ സാധ്യതകൾ നമ്മൾ കാണുന്നത് ഒരു 50%, 12th കഴിയുമ്പോൾ തന്നെ 50% ആൺകുട്ടികളും 50% പെൺകുട്ടികളും സയൻസ് വിഷയങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 12th കഴിഞ്ഞാൽ പിന്നെ 50% പെൺകുട്ടികൾ എന്നുള്ളത് നേരെ പകുതിയാവും. കാരണം ഈ പറഞ്ഞതുപോലെ ട്രഡീഷണലായ ചില ഒക്യുപ്പേഷൻസിലേക്ക് പെൺകുട്ടികൾ മാറും. അവിടെ സയൻസ് അവർക്ക് പറ്റിയതല്ല എന്ന് ചില പെൺകുട്ടികൾ വിചാരിക്കും. അവിടെ ബോയ്സ് മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇത് ഇന്ത്യൻ ഗേൾസ് കോഡ് എന്ന് പറയുന്നത് 2 പെൺകുട്ടികൾ ചേർന്ന് തുടങ്ങിയതാണ്. അതിഥി, ദീപ്തി, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള 2 പെൺകുട്ടികൾ ചേർന്ന് തുടങ്ങിയ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അവർ ചെയ്യുന്നത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ അവർ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് സയൻസ് പഠിപ്പിക്കാനും കോഡിംഗ് പഠിപ്പിക്കാനും റോബോട്ടിക്സ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അവരുണ്ടാക്കുന്ന റോബോട്ടുകൾ സൊസൈറ്റിയിൽ പരിചയപ്പെടുത്തുകയും അവരെ കൂടുതൽ സ്വപ്നങ്ങൾ കാണാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ 2 പെൺകുട്ടികളും പറയാനായിട്ട് ടെഡ് ടോക്സ് ഉണ്ട്, അവരുടെ ടെഡ് ടോക്സുകളൊക്കെ ഉണ്ട്, അവർ പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് 12th കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ ട്രഡീഷണൽ റോളിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന കോഴ്സുകൾ മാത്രം എടുക്കുകയും നമ്മളീ പറയുന്ന പല ഏരിയകളിലും അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന പല ഏരിയകളിലും അത്ലറ്റ് ആകാം, ഓൺട്രപ്രണർ ആകാം, ആർട്ടിസ്റ്റ് ആകാം, മൂവി ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ മീഡിയ റെപ്രസെൻറ്റേഷനിൽ വരാം, പൊളിറ്റീഷ്യൻസ് ആകാം, MNC ഹെഡ് ആകാം, അതിൽ ആനുപാതികമായി കുറവ് വരുന്നു. സ്ത്രീകളുണ്ടെങ്കിൽ പോലും ആനുപാതികമായി കുറവ് വരുന്നു. ഈ കുറവ് വരുന്നതിൻ്റെ കാരണം 12th കൂടെ ഇനിയും കെട്ടിച്ചു വിടാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ വളർത്തുന്നത്. ചെറുപ്പം മുതലേ വളർത്തുകയല്ലേ, നിന്നെ ഈ വീട്ടിലേക്കുള്ളതല്ല, കെട്ടിച്ചു വിടാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ചോദിക്കും, കെട്ടിച്ചു വിട്ടിട്ട് ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വരണ്ടേ, തിരിച്ച് നീ വീട്ടിലോട്ട് വരണ്ടേ? അല്ല, തിരിച്ച് വീട്ടിലോട്ട് ഇടയ്ക്ക് വന്നോ, എന്നാലും നിന്നെ കെട്ടിച്ചു വിടാനായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തിൽ വളരെ ചെറുപ്പം മുതലേ വളരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എടുത്ത് ഒതുങ്ങിക്കൂടണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിനെ കാണേണ്ടത് വളരെ കോണ്ടെക്സ്റ്റുവലായിട്ട് വേണേൽ കാണും. എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന, സൗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന, മധ്യതാങ്കൂർ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ സാധ്യതകൾ എന്തൊക്കെയാണ്, ആ സാധ്യതകളിൽ വളരാൻ പറ്റുമോ, എത്രത്തോളം അവർക്ക് വളരാനായിട്ട് സാധിക്കും എന്നതാണ്. ഇനി നമുക്കൊരു വേദഭാഗം എടുക്കാം. എന്നോട് അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞു, അച്ഛൻ വേദവസ്തുമൊക്കെ നന്നായി പഠിച്ച സ്ത്രീകളാണ്, അതുകൊണ്ട് അച്ഛൻ സൂക്ഷിച്ച് വേദവസ്തും പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 Kings chapter 4 verses beginning from 1.
2 മുതലുള്ള വാക്യം. എലീശ അവളോട്, 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ആ അത്ഭുതത്തെക്കുറിച്ച് അറിയാം. ഇവിടെ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ സ്ത്രീ ചെയ്യുന്നത് പ്രവാചകൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നു. കാരണം അയാളുടെ ശുശ്രൂഷ ഒട്ടും പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കടക്കാരാകുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ഈ സ്ത്രീ ഒരു സാധാരണ ഒരു സ്ത്രീയെപ്പോലെ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെപ്പോലെ വിലപിക്കുന്നതിനേക്കാൾ അപ്പുറം ആ സാഹചര്യത്തെ മനസ്സിലാക്കി ആ പ്രതിസന്ധിയെ അതിജീവിച്ച് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഈ അതിജീവന പാതയിൽ പ്രവാചകൻ അവിടെ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഒന്നാണ്, കുഞ്ഞുങ്ങൾ ഈ പ്രതിസന്ധി കാണണം, അതൊരുമിച്ച് അതിജീവിക്കണം. അതുമാത്രമല്ല, ഇൻ കൊളാബറേഷൻ വിത്ത് യുവർ നെയ്ബർഹുഡ് എന്നാണ്. അതായത് അയൽപക്കങ്ങളിൽ നിന്നെല്ലാം വെറും പാത്രങ്ങൾ വാങ്ങി അങ്ങനെ ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ നേരിടണം. സോ ദർ ഈസ് നത്തിങ് ലൈക്ക് സിംഗിൾ ലീഡർഷിപ്പ്, ഇറ്റ്സ് ഓൺലി ടീം ലീഡർഷിപ്പ്. അതുകൊണ്ടാണ് ഈ കൊളാബറേറ്റീവ് എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. ഇനിയും തൊട്ട് ഹീറോസ് എന്ന് പറയുന്നൊന്നില്ല. ഹീറോ എല്ലാം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഒരു പുരുഷാധിപത്യത്തിലാണെങ്കിൽ ഭർത്താവ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. നമ്മൾ ഈ ഡെമോക്രസിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് പറയായിരിക്കും, നമ്മുടെ വീട്ടിലും ഡെമോക്രസി ഉണ്ട്, പക്ഷേ അവസാന തീരുമാനം പപ്പയുടെയാണ്. ആലോചനയൊക്കെ ചോദിക്കും, അമ്മയുടെ അഭിപ്രായം എന്താ, മോളുടെ അഭിപ്രായം എന്താ, മോൻ്റെ അഭിപ്രായം എന്താ, പക്ഷേ അവസാനത്തെ തീരുമാനം അവിടുത്തെ ഭർത്താവിൻ്റെ. ചില വീട്ടിലത് ഭാര്യയായിരിക്കും, അത് പവർ ആര് കൈകാര്യം ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ കൊളാബറേറ്റീവ് ലീഡർഷിപ്പാണ്. അതായത് ഒരു സ്ത്രീ അവളുടെ അതിജീവന പാതയിൽ, അവളുടെ പ്രതിസന്ധിയിൽ ഒറ്റയ്ക്ക് ആ പ്രതിസന്ധിയെ നേരിടുന്നില്ല, ഒറ്റയ്ക്ക് ആ ജീവിതത്തെ നേരിടുന്നില്ല, ഒരു കൂട്ടമായിട്ട് അവളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ നേരിടുകയും അവൾ അങ്ങനെ എംപവേർഡ് ആയിത്തീരുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ കണ്ടോ? എന്താ ഇത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഏറ്റവും അങ്ങേയറ്റം വരെ നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കുക. അതായത് ഒരു സ്ത്രീയുടെ പൊട്ടൻഷ്യൽ ഒരു കിച്ചണിൽ മാത്രം, അത് സാറാ ജോസഫ് എന്ന് പറയുന്നൊരു എഴുത്തുകാരി പറയുന്നുണ്ട്, പണ്ടത്തെ വീടുകളുടെ സ്ട്രക്ചർ അനുസരിച്ച് കിച്ചൺ ഏറ്റവും പുറകിലാണ്. നിങ്ങൾക്ക് പഴയ വീടുകളുടെ സ്ട്രക്ചർ അറിയാം. നടുക്കൂടാണ് വാതിൽ. അവൾ ചായ ഇട്ട് ഓടി ഫ്രണ്ടിൽ വരുമ്പോഴേ ഫ്രണ്ടിലെ തീരുമാനമെല്ലാം എടുത്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് പണ്ട് വീട് വെച്ചപ്പോൾ ഒരു സ്ത്രീയുടെ ലോകം നിർണയിച്ചിരുന്നതല്ല. അതായത് ഇവൾ ഓടി ഫ്രണ്ടിൽ വരുമ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം അവൾ പറയണമെന്നോ അവളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ അഭിപ്രായം പറയാൻ ആളുകളുണ്ട്, അവർ തീരുമാനിച്ചോളും. എന്നാൽ ഇപ്പം അങ്ങനെയാണോ? ഇന്ന് കിച്ചൺ ഏറ്റവും പുറകിലാണോ? അല്ല, ഇന്ന് കിച്ചൺ ഇപ്പം ഏറ്റവും അടുത്താണ്. അതായത് കോമൺ റൂമിനോട് ചേർന്നാണ്. ഇവിടെ അരിയുമ്പോൾ അവിടെ കേക്ക്, അവിടെ പറയുമ്പോൾ ഇവിടെ കേക്ക്, ആ രീതിയിലാണ് നമ്മൾ വീട് പോലും പണിതിരിക്കുന്നത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ, അതിൻ്റെ അനന്തമായ സാധ്യതകളെ എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിക്കുക. സെൽഫ് ആക്ച്വലൈസ്ഡ് വിമൻ എന്ന് പറയുന്നത് അവരവരുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചവരാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഗ്രാജുവേഷൻ പഠിച്ച ഒരാളാണെങ്കിൽ, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റാണ് ഇത് കൊണ്ടിരുന്നത്. കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ഡിഗ്രി പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കുക, ബികോം പഠിച്ച ഒരാളാണ്. ബികോം പഠിച്ച് മരിക്കും, അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൽ. എന്നാൽ അയാൾക്ക് വേണമെങ്കിൽ തുടർന്ന് പഠിക്കാം. അച്ഛനും ഞങ്ങളെല്ലാം MA സൈക്കോളജി ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതാനായിട്ട് പോയപ്പോൾ എൻ്റെ ബാച്ചിൽ ഏകദേശം 250 പേർ പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെയൊക്കെ ശ്രദ്ധിച്ചു. അതിലൊരു 60-70% ഹൗസ് വൈഫ്സാണ്. അവരെല്ലാം പഠിക്കാൻ വന്നിരിക്കുകയാണ്. പ്രായമായ സ്ത്രീകളാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഒരു മനോഭാവം, കഴിഞ്ഞു അച്ഛാ, ഇനിയും പഠിക്കുന്ന കാര്യം മാത്രം പറയരുത്, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, അതുകൊണ്ട് ഇനിയും പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം. അത് ഡിഗ്രി കിട്ടുന്നത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും പഠനമുണ്ട്. ഒരു ആൻഡ്രോയിഡ് ഫോൺ പോലും നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ ജീവിതം നമ്മൾ പഠിക്കുകയാണ്, യാത്ര ചെയ്യാൻ പഠിക്കുകയാണ്, മനുഷ്യരെ നമ്മൾ പഠിക്കുകയാണ്. പഠനം ഇങ്ങനെ മരണം വരെയും തുടരേണ്ട ഒന്നാണ്.
അപ്പോൾ ഒരു സമയത്ത് പഠനം നിർത്തിയിട്ട് എനിക്ക് ഇത്രയേ പറ്റത്തുള്ളൂ, എന്നെക്കൊണ്ട് ഇതിൽ കൂടുതൽ സാധിക്കത്തില്ല എന്ന് പറയും. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മൈഗ്രേഷൻ്റെ ഒരു കാലത്ത് മക്കളെല്ലാം ഇപ്പോൾ വിദേശങ്ങളിലേക്ക് പോകുന്നു. വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ വീടുകളിൽ, സാധാരണ വീടുകളിൽ ഉണ്ടായിരുന്ന അമ്മമാർ അല്ലെ അപ്പന്മാർ, ഒരു സമയത്ത് മക്കളുടെ അടുക്കിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു കാലാവസ്ഥയിൽ, ഒരു ഭാഷാ രീതിയിൽ നമ്മൾ പോയി ജീവിക്കേണ്ടി വരത്തില്ലേ? അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലും ജീവിച്ച് മരിക്കുമെന്ന് ഇനിയും പറയാൻ പറ്റാത്ത കാലത്തിലോട്ട് നമ്മൾ വരികയാണ്. അത്രമാത്രം പ്രവാസം കൂടി വരികയാണ്. ഞാൻ അടുത്ത സമയത്ത് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ആ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടു ആളുകളെല്ലാം ഇങ്ങനെ, പ്രായമായ ആളുകളെല്ലാം അത്യാവശ്യം വാം ക്ലോത്സും ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മക്കളുടെ അടുത്തേക്ക്, കൊച്ചുമക്കളുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ, അമ്മ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ജോലി ചെയ്യുന്നില്ലല്ലോ, വാ ഇനി പോരെ, അമ്മ വെറുതെ വീട്ടിൽ എന്തോ ചെയ്യാനാണ്, ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല, അമ്മ ഇങ്ങ് പോരെ എന്ന് പറയുകയാണ്. പിന്നെ അമ്മ തീരെ നിവൃത്തിയില്ലാതെ വയ്യാതാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് കയറ്റി തിരിച്ച് നാട്ടിലോട്ട് വിടും. പിന്നെ അതിനെ ഒരു ബാധ്യതയാണ്, കേരളം മുഴുവൻ ഈ ബാധ്യത ഇനിയും ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. പ്രായമായ ആളുകളെ നമ്മളിനി എന്ത് ചെയ്യും? ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട്, അതായത് നമ്മുടെ സർഗാത്മകമായ കഴിവുകൾ, സാധ്യതകൾ അത് പൂർണ്ണമായി ഉപയോഗിച്ചില്ല എങ്കിൽ ഒരു കാലത്ത് ഒറ്റപ്പെടാൻ പോകുന്ന സ്ത്രീകൾ തന്നെയായിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം, നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിലും ഭർത്താവിന് മരുന്ന് കൊടുക്കും, ഇല്ലേ? രണ്ടുപേരും ഡയബറ്റീസ് ആയിരിക്കും, രണ്ടുപേരും പേഷ്യൻസ് ആയിരിക്കും. പക്ഷേ സ്ത്രീ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണമെന്നില്ല. അവർ കൃത്യമായി ഭർത്താവ് മരുന്ന് കഴിച്ചോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനെ സ്ത്രീകളുടെ ആരോഗ്യം കുറഞ്ഞു വന്നു. ഈ ഓടി തളർന്നല്ലോ, പിന്നെ കുറേ കഴിയുമ്പോൾ തളർന്ന് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് വരികയാണ്. കാരണം അവരവരുടെ ആരോഗ്യം, അവരവരുടെ ഭക്ഷണം, അവരവരുടെ എക്സസൈസ്, അവരവരുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം ഒരു കുടുംബത്തിന് വേണ്ടി മുഴുവൻ ബലി കഴിപ്പിച്ചു. അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കുക, അച്ഛാ ഇതിനെന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ഉള്ള ആളുണ്ടല്ലോ, അവരോട് ഇതിനകത്ത് സഹായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കറിയാം. പരിശുദ്ധ കന്യകമറിയമിൻ്റെ ഒരു ജീവിതാനുഭവമാണ് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം. അവിടെ കാനായിലെ കല്യാണത്തിന് വീഞ്ഞു പോരാതെ വന്നപ്പോൾ കൃത്യസമയത്താണ് ആ സാധ്യതയെ പരിശുദ്ധ അമ്മ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൃത്യസമയത്താണ്. അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് ഇടപെടാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന, അമ്മയിൽ നിന്ന് പഠിക്കുന്ന വലിയ പാഠമാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേരിതാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ. ഈ പുസ്തകം ഒരു കടൽക്കാക്കയുടെ, ജോനാഥൻ എന്ന് വിളിക്കുന്ന ഒരു കടൽക്കാക്കയുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. എന്നാൽ ഇതിനെ ആലങ്കാരികമായി ഒരു മനുഷ്യൻ അവൻ എത്തിച്ചേരേണ്ട ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറഞ്ഞു തരുന്നൊരു കഥയാണ്. ഈ കടൽക്കാക്ക, ജോനാഥൻ എന്ന് വിളിക്കുന്നൊരു കടൽക്കാക്കയുടെ പ്രത്യേകത അറിയാം. കടൽക്കാക്ക കടലിൻ്റെ മുകളിലൂടെ ഒരു പരിധിയിൽ കൂടുതൽ പറക്കത്തില്ല. ഇതിൻ്റെ ജോലി ഇതിങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ പറക്കാതെ കടലിലെ മീൻ കൊത്തി ജീവിച്ചു പോവുക, അത്രയും മാത്രമേ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ഈ ജോനാഥൻ എന്ന് വിളിക്കുന്ന ഈ കടൽക്കാക്ക ഒരു പടിയുടെ മുകളിലോട്ട് ഉയർന്നു. അപ്പോൾ കൂടെയുള്ള കടൽക്കാക്ക പറഞ്ഞു, വേണ്ട, ഇത്രയും വേണ്ട. പണ്ടൊരു പക്ഷേ സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ ഇങ്ങനെ പല ആളുകളും പറഞ്ഞാണ്, വേണ്ട, ഒത്തിരി പഠിക്കാൻ വിടണ്ട, കൂടുതൽ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ നോക്ക് എന്ന് പറഞ്ഞാണ്. അതുപോലെ ഈ കടൽക്കാക്ക ഒരു പരിധിക്ക് ഉയരാൻ നോക്കുമ്പോഴെല്ലാം മറ്റ് കടൽക്കാക്കളെല്ലാം പറഞ്ഞു, വേണ്ട, ഉയരരുത്, മതി, നമ്മളെക്കുറിച്ച് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തും. അച്ഛൻ ഇത് പ്രസംഗിച്ചിട്ട് പോകാൻ വലിയ എളുപ്പമാണ്, നമുക്കിത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് മിഡിയോക്കർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതായത് നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ചുറ്റുമുള്ള സമൂഹം പറയും, വേണ്ട. അച്ഛന്മാരാണെങ്കിൽ പറയും, ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഒരു പരിധി കൂടുതൽ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, എന്തിനാ ഒരു പരിധിയിൽ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത്രയൊക്കെ മതി, നമ്മളിതിനു മുമ്പും ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഇതിനു മുമ്പ് എത്രയോ അച്ഛന്മാർ ഈ പള്ളിയിരുന്നു, അച്ഛൻ മാത്രം തന്നെ എത്ര പ്രത്യേകത, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക, കൂടുതൽ സജീവമാകണ്ട എന്ന് പറയും. അപ്പോൾ ഈ കടൽക്കാക്ക ഇതുപോലെ പറന്ന് ഉയരാൻ നിൽക്കുമ്പോഴെല്ലാം ഈ കൂട്ടത്തിൽ തന്നെ പുറത്താക്കും, ഈ രീതിയിൽ മുമ്പോട്ട് പോകരുത്. പല പ്രാവശ്യം അറ്റംപ്റ്റ് കാണിച്ചു, ഏറ്റവും ഒടുവിൽ കൂട്ടത്തിൽ നിന്നും പുറത്തായി.
അങ്ങനെ ജോനാഥൻ എന്ന് വിളിക്കുന്ന ഈ കടൽക്കാക്ക പറന്ന് 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 മുകളിലേക്ക് പോയി. അപ്പോൾ ഇത് പല പ്രാവശ്യം പരിശ്രമമാണ്. ഈ പരിശ്രമത്തിൽ താഴെ വീഴും, വീണ്ടും പറക്കും. കാരണം ഒരു പരിധിയിൽ കൂടുതൽ പറക്കാനുള്ള ശാരീരികമായ ആരോഗ്യം ഇല്ല അതിന്. പക്ഷേ ഇത് പല പ്രാവശ്യം പരിശ്രമിച്ച് ഈ കടൽക്കാക്കയ്ക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ അതിന് കഴുകൻ്റെ ഏരിയയിലേക്ക് വന്നു. കഴുകൻ പറഞ്ഞു, ഇത് എൻ്റെ ഏരിയ ആണ്, എൻ്റെ സ്ഥലമാണ്, നീ ഇവിടെ പറക്കാൻ പാടില്ല, നീ ഇതിന് മുകളിലേക്ക് പോവുക. അങ്ങനെ കടൽക്കാക്ക വീണ്ടും മുകളിലേക്ക് പറന്നു ചെന്നപ്പോൾ അവിടെ കുറേ പറവകളുണ്ട്. ആ പറവകളെല്ലാം ഇങ്ങനെയുള്ള ഒത്തിരി വെല്ലുവിളികളെ അതിജീവിച്ച് മുൻപോട്ട് പോയവരാണ്. അപ്പോൾ അതിലൊരു പറവ പറഞ്ഞു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, പക്ഷെ നിനക്കൊരു കുഴപ്പമുണ്ട്, നിനക്കൊരു ക്ഷമയില്ല, പേഷ്യൻസ് ഇല്ല. ക്ഷമയോടുണ്ടെങ്കിൽ നിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലയിടത്തും പരാജയപ്പെടുന്നതിൻ്റെ കാരണം ക്ഷമയോടെ കാത്തിരുന്ന് കഷ്ടപ്പെട്ട് വളരാൻ നമ്മൾക്ക് ഒരു താല്പര്യമില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവർക്കും താല്പര്യമില്ല. നമ്മൾ വളർത്തുന്ന മക്കൾക്കും അമ്മ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന്. എന്നാൽ പുതിയൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ഇടയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നൊരു കോഴിക്കോട് നിന്നൊരു പയ്യൻ, അവൻ ബൈക്കിൽ അവൻ്റെ അമ്മയെ കാശ്മീർ വരെ കൊണ്ടുപോവുകയാണ്. അവരിങ്ങനെ ഓരോ സ്ഥലത്തും നിർത്തി പോകും. അവിടെ അവൻ്റെ അമ്മയ്ക്ക് വലിയ ഫ്ലൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ എക്സ്പെൻസീവായ കാറിലൊക്കെ യാത്ര ചെയ്ത് കാശ്മീരിൽ പോകാനുള്ള പൈസയില്ല. അവൻ കണ്ടുപിടിച്ചത് അവൻ്റെ ബൈക്കിൽ ഹെൽമെറ്റൊക്കെ വെച്ച് ഈ അമ്മയെ എല്ലാ സംസ്ഥാനങ്ങളും കയറ്റി അങ്ങനെ. അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു ഇന്ത്യ മുഴുവൻ കാണണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മക്കളും ഉണ്ടാകും. ഈ അടുത്തിടയിൽ ഒരാളുണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അയാളുടെ അമ്മയെ ഇതുപോലെ ഹരിദ്വാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിട്ടിരിക്കുകയാണ്. പ്രായമായ സ്ത്രീയാണ്, പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, പക്ഷേ അമ്മയ്ക്കും ആഗ്രഹം കാണത്തില്ലേ, അമ്മ പോയി അതെല്ലാം കാണട്ടെ. കാരണം എൻ്റെ കൂടെ ഫാമിലിയായി ഞങ്ങൾ ടൂറിന് പോകുമ്പോഴെല്ലാം അമ്മ വരത്തില്ല. അമ്മ പറയും നിങ്ങൾ തന്നെ പോകണം. എന്നാൽ ഈ അമ്മയ്ക്കൊരു സ്വപ്നമുണ്ടെന്ന് ഈ മകൻ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞിടയിൽ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരൊരു യാത്ര സൗത്ത് ഇന്ത്യയിൽ നടത്തി. ആ സൗത്ത് ഇന്ത്യയിൽ അവർ യാത്ര ചെയ്തത് സാധാരണ പോകുന്ന MC റോഡോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വഴിയല്ല, റോഡ്സ് ദറ്റ് ലെസ് ട്രാവൽഡ്, അതായത് അധികം ആളുകൾ ഉപയോഗിക്കാത്ത റോഡുകളിലൂടെ കേരളത്തിൻ്റെ സൗന്ദര്യവും തമിഴ്നാടിൻ്റെ സൗന്ദര്യവും കർണാടകയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരുന്നത് പറക്കന്തളിയിലെ ദിലീപ് വരുന്നത് പോലെയാണ്. ചെടിച്ചട്ടി കൊണ്ടാണ് വരുന്നത് മുഴുവൻ. പോയ വഴിയിൽ വാങ്ങിക്കാവുന്ന എല്ലാം ഇപ്പം അങ്ങനെയല്ല. ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ചെവിയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടും വെച്ചിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷേ ആ ഡോക്ടറുടെ ഹസ്ബൻഡ് അവർക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടായിരുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പക്വതയുള്ള ഒരാളായിരുന്നു. അത് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് തെറ്റാണെന്ന് വിചാരിച്ചാൽ അത്രയും പക്വതയേ ഉള്ളൂ അയാൾക്ക്, മാനസിക പക്വതയേ ഉള്ളൂ, അല്ലെ അത്രയും ലോകമേ അയാൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഇത് കൊളാബറേറ്റീവ് ആണെന്ന് പറയുന്നത്. നമ്മുടെ ഒരു കുടുംബം മുഴുവൻ രണ്ടുപേരുടെയും സാധ്യതകളെ, മക്കളുടെ സാധ്യതകളെ, അവരുടെ സ്വപ്നങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ പരസ്പരം സാക്രിഫൈസ് ചെയ്തും മ്യൂച്വലായി റെസ്പെക്റ്റ് ചെയ്തും മ്യൂച്വലായി അപ്രീഷിയേറ്റ് ചെയ്തും മ്യൂച്വലായി എൻകറേജ് ചെയ്തും അങ്ങനെ വളരുന്ന ഒരു ജീവിത അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചിത്രം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഈ വിഷയമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. ചിത്രം നിങ്ങൾക്ക് അറിയാമോ? എന്താ അത്? ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, ബൈബിളും അറിയാം, സിനിമയെ അറിയാമെന്ന് ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. ഏത് ചിത്രം ഇത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ശരി. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചൊരു ഇതിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഞാൻ ആ ചിത്രത്തെക്കുറിച്ചല്ല പറയുന്നത്, ഇതിൻ്റെ പുസ്തകമുണ്ട്. ഇത് തിരക്കഥ പുസ്തകമാക്കിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെ ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് ഇതിൻ്റെ സംവിധായകൻ പറയുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത, ഇത് കേരളത്തിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ജിയോ ബേബി എന്ന് പറയുന്നൊരു സംവിധായകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഒരു കുടുംബ വ്യവസ്ഥിതിയെക്കുറിച്ച്, ഇതൊക്കെ ഒരു പഴയ കാലത്തിൽപ്പെട്ട കാര്യമാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയരുത്. ഈ പുതിയ കാലഘട്ടത്തിലും ഞാനൊരു വിദേശത്തൊരു രാജ്യത്ത് പോയ സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റി എന്നോട് പറഞ്ഞു, അവിടുത്തെ അങ്കിളിന് എല്ലാ ദിവസവും രാവിലെ പുട്ട് കഴിക്കണം. വല്ലാത്ത സുഖേടാണ്. എല്ലാ ദിവസവും രാവിലെ പുട്ട് കഴിക്കണം. അയാൾക്ക് പുട്ട് കഴിച്ചില്ലെങ്കിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് അയാൾക്ക് വേണ്ട. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ യങ്സ്റ്റേഴ്സാണ്, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. അവന് കേരളത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെ വേണം. ഉച്ചയ്ക്ക് പൊതി കെട്ടിപ്പോകണം, കുത്തരിച്ചോറ് തന്നെ പൊതി കെട്ടണം, വൈകിട്ടും ഇതുപോലെ തന്നെയുള്ള ആഹാരം വേണം. ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? ആരെയാണ് പഠിപ്പിക്കേണ്ടത്? ഞാൻ രണ്ടുപേരോട് ഇരിക്കാൻ പറഞ്ഞു, മേലാൽ ഇതുപോലെ ചെയ്യരുതെന്ന് പറഞ്ഞു.
കാരണം ഭക്ഷണം കൺവീനിയൻസിന് വേണ്ടിയാണ്. ഇപ്പോൾ ഈ ജിയോ ബേബി ഈ ചിത്രത്തിനകത്ത് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഈ ചിത്രത്തിൽ എവിടെയോ ഈ സുരാജിൻ്റെ പെങ്ങൾ വിളിക്കുന്നുണ്ട്. അവർ വിദേശത്തു നിന്നാണ് വിളിക്കുന്നത്. ആ വിളിക്കുന്നതിനിടയിൽ തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കാരണം ബ്രെഡ് ടോസ്റ്റ് ചെയ്തു, ബട്ടർ ഉപയോഗിച്ചു, അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് സംസാരിക്കുന്നതിനിടയിൽ ഇവരുടെ വീട്ടിൽ, നാട്ടിലെ വീട്ടിൽ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് അവരുടെ രാവിലത്തെ ഭക്ഷണം. അവർ 2-3 മണിക്കൂറായിട്ട് ചക്കയും വെട്ടി ഇതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഉച്ചക്കത്തെ ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് പാത്രം എല്ലാം കഴിക്കുമ്പോൾ വൈകിട്ടത്തെ ഉണ്ടാക്കണം. അപ്പോൾ ഇയാൾ പറയണം, ഒന്നുകിൽ നിങ്ങളൂടെ ചേർന്ന് സഹായിക്കണം, അല്ലെങ്കിൽ കൺവീനിയൻസ് അനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണം. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആഹാരം ചൂടോടെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് സ്ത്രീയെ സഹായിക്കൂ. അല്ല എങ്കിൽ അത്യാവശ്യം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഫ്രീസറിനകത്ത് ഇങ്ങനെ വലിയ ഫ്രീസറാണ്, അത് ഫുഡിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ഹാഫ് കുക്ക്ഡായിട്ട്, ഇഡ്ഡലി ഹാഫ് കുക്ക്ഡായിട്ട്, എല്ലാം ഹാഫ് കുക്ക്ഡായിട്ടാണ്. അതൊരു 6 മാസത്തേക്ക് അവരുണ്ടാക്കി വെക്കും. അപ്പം ഇന്ന് ഒരാഹാരം ഉണ്ടെങ്കിൽ ഇന്നത്തെ പാക്കറ്റ് ഇങ്ങനെ എടുക്കും, അത് മൈക്രോവേവിൽ വെക്കും, ചൂടാക്കും. നമുക്കെന്നാൽ കഴിക്കുമ്പോൾ ഒരിക്കലും ഇത് 6 മാസം ഉണ്ടാക്കിയതാണല്ലോ എന്ന് തോന്നത്തില്ല. അങ്ങനെ ആ രീതിയിൽ വളരെ കറണ്ട് പോകാത്ത വിധത്തിൽ, ഇലക്ട്രിസിറ്റി പോകാത്ത വിധത്തിൽ വളരെ നല്ലതായിട്ടാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഞങ്ങൾ വീട്ടിൽ കഴിക്കാൻ പറഞ്ഞു, അച്ഛന് ഇഷ്ടപ്പെട്ടൊരു ആഹാരം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്നുണ്ടാക്കിയ ആഹാരം വല്ലതും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛനെ വഷളാക്കിയത് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ ഭാര്യയെ കൊച്ചമ്മയാണ്. കാരണം ഭക്ഷണം നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നാളെ എന്തൊക്കെ ചെയ്യണം. അതല്ലാതെ അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചതിന് ശേഷം ഇന്ന് എന്തോ വെക്കണമെന്ന് ആലോചിക്കരുത്. തലേദിവസം രാത്രി ആലോചിക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം സമയം അതിന് കുറയ്ക്കാൻ പറ്റും. ഇത് 24 മണിക്കൂർ കിച്ചണിലാണ്, രാവിലെ കയറിയ രാത്രി വരെ. പിന്നെ അപ്പോൾ ഒരു ജോലിക്ക് പോകുന്നൊരു സ്ത്രീ എന്താ ചെയ്യുന്നത്? അവർ 2 മണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്ത് വീട് വൃത്തിയാക്കി അതിനുശേഷം പോകത്തില്ലേ ജോലിക്ക്? അതിനുശേഷം വീട്ടിൽ ജോലി നടക്കുന്നില്ലേ? വീട് അങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. പക്ഷേ ആ സ്ത്രീ റിട്ടയർ ചെയ്ത് തിരിച്ചു വീട്ടിൽ വന്ന വീണ്ടും പഴയ പോലെ വിശ്വ സർക്കിളാണ്. രാവിലെ എഴുന്നേറ്റാൽ ജോലി തീരുന്നത് രാത്രി വരെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വശത്താരാണ്? ചായ ഇങ്ങനെ രാവിലെ ഒരു ചായ വേണം, അത് കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പി വേണം, പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിലൂടെ ചായ വേണം. ഇതിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വേറൊരു അതിവിശുദ്ധനായ മനുഷ്യൻ. അപ്പം നമ്മൾ ഒന്നുകിൽ കൺവീനിയൻസ് അനുസരിച്ചുള്ള ഭക്ഷണം ചൂസ് ചെയ്യണം, അല്ല എങ്കിൽ ഒരു കുടുംബം മുഴുവൻ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറണം. ഇത് ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങനെയാണ്. അപ്പോൾ റോൾസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ചില ക്ലച്ചസ് എന്ന് പറയും, ചില ബ്ലോക്കുകൾ നമ്മൾക്ക് ഉണ്ട്. ആ ബ്ലോക്കിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. എന്തൊക്കെയാണ് ഈ ബ്ലോക്കുകൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ കൾച്ചറലി റൂട്ടഡ് ആയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ അനുസരിച്ച് ഭർത്താവ് കിച്ചണിൽ വരാൻ പാടില്ല, അല്ലേ? കിച്ചണിൽ വന്നാൽ ചോദിക്കും, നിങ്ങൾക്കിവിടെ എന്താ ജോലി, നിങ്ങളെ ആരെങ്കിലും വിളിച്ചില്ലല്ലോ എന്ന് പറയും. ഇനി അഥവാ അങ്ങനെ കിച്ചണിൽ കയറുന്ന ആളുകളെ വിളിക്കുന്ന പേര് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല, ഇത് യൂട്യൂബിൽ പോകുന്നതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയുന്നില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ള ഭാഷയിലും ദർശനത്തിലുമാണ്. ഇത് ഒരു തലമുറ വരെ കുഴപ്പമില്ല. എന്നാൽ അത്യാവശ്യം ആമ്പിള്ളാരെ പാത്രം കഴുകാനും കഞ്ഞി ഉണ്ടാക്കാനും ആഹാരം ഉണ്ടാക്കാനും ഇനിയുള്ള കാലത്ത് വളർത്തി പഠിപ്പിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുകയായി പോകും. കാരണം വരുന്ന പെങ്കൊച്ച് ഇതൊന്നും അറിയണമെന്നില്ല, അവൾ യൂട്യൂബ് നോക്കി സാമ്പാർ കണ്ടുപിടിക്കുന്നവളാണ്. അവൻ കഷ്ടപ്പെടാൻ ജീവിക്കണമെങ്കിൽ അവനെ ഇതൊക്കെ പഠിപ്പിച്ചെങ്കിലേ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ കുറച്ചുകൂടി ഒരു തുറന്ന മനസ്ഥിതി ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ പലപ്പോഴും വീടുകളിൽ സംഭവിക്കുന്നത്, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഭാര്യയ്ക്ക് യാതൊരു ഐഡിയയുമില്ല. എവിടാണ് പണം, എവിടാണ് പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് ലയബിലിറ്റീസ്, ആരോടൊക്കെ പണം കൊടുക്കാനുണ്ട്, ആരൊക്കെ തരാനുണ്ട്, ഇതെവിടെ കിടക്കുന്നു, എന്തൊക്കെ ചെയ്യും, ഒരു ഐഡിയ ഇല്ല. ഗ്യാസ് കുറ്റി മാറ്റണമെങ്കിൽ അറിയത്തില്ല. അത്യാവശ്യം ബാങ്കിൽ പോയിട്ടില്ല, ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ബാങ്കിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ പോലും ചെക്ക് ഉപയോഗിച്ച് അവർ ട്രാൻസാക്ഷൻ നടത്തും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആരുടെ കുഴപ്പമാണിതെല്ലാം? നമ്മൾ നമ്മുടെ സാധ്യതകളെ ഉപയോഗിച്ച് ഇൻഡിപെൻഡൻ്റായി ജീവിച്ചില്ല എങ്കിൽ എവിടെയൊക്കെ ലോസ് വരുമോ, സെപ്പറേഷൻ വരുമോ, മരണം വരുമോ, അവിടെയൊക്കെ ലൂസർ എന്ന് പറയുന്നത്, നഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ്
ഈ പുതിയ കാലഘട്ടത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു ജോയിൻ്റ് അക്കൗണ്ട് വേണമെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ജോയിൻ്റ് അക്കൗണ്ട് വേണമെന്ന് പറയത്തില്ല. ജോയിൻ്റ് അക്കൗണ്ട് വേണം, അത്യാവശ്യം പ്രൊവിഷനും പച്ചക്കറിയും വാങ്ങിക്കാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം ആക്സസ് ഇവന് കൊടുത്താൽ ഇവൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അവസാനം അവളുടെ മുഴുവൻ സമ്പാദ്യം തീർന്നു. ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ അവളുടെ കയ്യിലൊന്നുമില്ല, കൊടുത്ത പൈസ എല്ലാം തീർത്തു, കഷ്ടപ്പെട്ട പൈസ എല്ലാം തീർത്തു. ഇപ്പം നമ്മൾക്കിതൊന്നും കുഴപ്പമില്ലാത്തത് നമ്മുടെ വീട്ടിൽ ഡിവോഴ്സസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പുതിയൊരു തലമുറയിലേക്ക് വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഡിസിപ്ലിൻസിനെക്കുറിച്ചും നമ്മുടെ മക്കളെ ഗൗരവമായി പഠിപ്പിച്ച് വിട്ടില്ല എങ്കിൽ എന്നും വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. ഇത് ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. കാരണം അവസാനം അവളുടെ ഒന്നും കാണത്തില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ ഈ സ്ട്രക്ചർ നമുക്ക് നല്ലതാണോ ചോദിച്ചാൽ നമുക്കൊരു സ്ട്രക്ചർ എത്ര വലിയ അത്യാവശ്യമാണ്. ഭർത്താവ്, ഭാര്യ, അപ്പൻ, മക്കൾ, അമ്മ, ഇങ്ങനെയുള്ള സ്ട്രക്ചറൊക്കെ അത്യാവശ്യമാണ്. അതൊന്നും ഒരു തെറ്റല്ല. എന്നാൽ സ്ട്രക്ചറേക്കാൾ ഉപരിയാണ് ലൈഫ്. സ്ട്രക്ചറിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ലൈഫ് കയ്യിൽ നിന്നും ഒലിച്ചു പോകും. അവിടെയാണ് പ്രശ്നം വരിക. ഇനി ഒരു സ്ത്രീയെ, രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ എപ്പോഴും ഒരു സമൂഹം അല്ലെങ്കിൽ മാധ്യമം, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് സ്ത്രീകൾക്കാണ് ഉണ്ടാകുന്നത്. അവളുടെ തലമുടി ചുരുണ്ടതായാൽ കുഴപ്പം, നീണ്ട തലമുടിയായ കുഴപ്പം, നീളം കുറഞ്ഞ കുഴപ്പം, വണ്ണമുള്ളതായ കുഴപ്പം, വണ്ണം ഇല്ലെങ്കിൽ കുഴപ്പം ഇല്ലേ? ഒരു പെൺകുട്ടിക്ക് പള്ളി വരാൻ പോലും പ്രയാസമാണ്. അതിൻ്റെ കാരണം കല്യാണമൊന്നും ആയില്ലേന്ന് ചോദിക്കും, കല്യാണം ആയാലോ കുഞ്ഞുങ്ങളൊന്നും ആയില്ലേന്ന് ചോദിക്കും, ഒരു കുഞ്ഞായാലോ ഇനി അടുത്ത കുഞ്ഞിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത് ചോദിക്കും. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് പെൺകുട്ടികൾക്ക് പള്ളിയിൽ വരണമെന്ന് പോലും തോന്നുന്നില്ല. മനസ്സിലായി? കാരണം അങ്ങനെ ഇൻക്വിസിറ്റീവാണ്. അത്രയും കൗശലങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ചോദിച്ച് ഒരു പുതിയ തലമുറയെ ഇതിൽ നിന്നൊക്കെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് അല്ല, അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട, ചൂഷണം ചെയ്യേണ്ട ഒരാളല്ല. അതിനേക്കാൾ അപ്പുറം ആദരിക്കേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പ്രിപ്പയർ ചെയ്തപ്പോഴെല്ലാം സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷ ഓർത്തഡോക്സ് സഭയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ പാട്ടുകൾ, എന്ത് ഡെപ്താണ് അതിന്. എനിക്കതിൻ്റെ വരികൾ എൻ്റെ ഒരു കൂട്ടുകാരനച്ഛൻ, ഓർത്തഡോക്സിലെ അച്ഛൻ എനിക്ക് അയച്ചു തന്നു. എത്ര മനോഹരമായ പാട്ടുകൾ. ഇനി കല്യാണത്തിലെ പാട്ടുകൾ പോലും എനിക്കറിയാം. ആ പാട്ടുകളെല്ലാം ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ എത്രമാത്രം വലിയതാണ്. അവിടെയാണ് ഈ അനാദരവെല്ലാം നമ്മൾ കാണിക്കുന്നത് എന്ന് മറന്നു പോകുന്നത്. അപ്പോൾ ഒരു ജെൻഡർ ഇക്വാളിറ്റി, ഡൗറി ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഡൗറി എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്, ഒരു സോഷ്യൽ ഈവിളായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മറുവശമുണ്ട്. അതായത് ആൺകുട്ടിക്ക് എല്ലാം കൊടുത്തിട്ട് പെൺകുട്ടിയെ ഒന്നും കൊടുക്കാതെ കെട്ടിച്ചു വിടുന്നത്, അതും അന്യായമാണ് അല്ലേ? അത് അപ്പോൾ ഡൗറി എന്നുള്ളതല്ല, റൈറ്റാണ്, അവകാശമാണ്, വ്യത്യാസമാണ്. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചു പോയ സ്ത്രീകൾക്കെല്ലാം അറിയാം, അന്നത്തെ കാലത്ത് കിട്ടുന്നത് വെച്ച് അങ്ങ് കെട്ടിച്ചു വിടുന്ന പരിപാടിയാണ്, ബാക്കിയെല്ലാം ആൺകുട്ടികൾക്കാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ അവകാശമുണ്ടെന്ന്, ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം കാലിൽ നിന്ന് ഒരു പ്രതിസന്ധി വന്നാൽ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റായി അവരുടെ ജീവിതത്തെ നേരിടാൻ തക്ക പാകപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ സെക്ഷുവാലിറ്റി, അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് നോക്കി, സ്കൂൾ മുതൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചാണ് എത്തുന്നത്. അപ്പോൾ സ്കൂൾ മുതൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെൺകുട്ടികളെ അവർ കാണുന്നത് വേറെ എവിടുന്നോ വന്ന ആളുകളായിട്ടാണ്. എന്നാൽ അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും അങ്ങനെ ഒന്ന് സ്വപ്നം കണ്ടു നോക്കി അങ്ങനെ ഒരുമിച്ച് വളരുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും ഓപ്പോസിറ്റ് സെക്സിനോട് സാധാരണ ഉണ്ടാകുന്ന തോന്നലുകളൊന്നും ഉണ്ടാകത്തില്ല. അവരോടൊപ്പമുള്ള സൗഹൃദത്തിൽ വളരേണ്ട ആളുകളായിട്ടേ തോന്നത്തുള്ളൂ. അപ്പം ചെറുപ്പം മുതൽ തന്നെ ഈ ജെൻഡർ ഇൻഇക്വാളിറ്റി കണ്ടും ശീലിച്ചുമാണ് വളരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്യൂരിറ്റൻ സമൂഹത്തെക്കുറിച്ച്, ഇംഗ്ലണ്ടിലുള്ള പ്യൂരിറ്റൻ സമൂഹത്തെക്കുറിച്ച് പറയുന്നത്, അവർ ചാൾസ് ഒന്നാമനെ വധിച്ച് ഈ പ്യൂരിറ്റൻ സമൂഹം മുഴുവൻ അത് കീഴടക്കിയപ്പോൾ അവർ ചെയ്തത് കലയെ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ ആർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാത്തിനെയും നശിപ്പിച്ചു. അത് മാത്രമല്ല, വളരെ വൈകൃതമായ ചില കാര്യങ്ങൾ അവർ ചെയ്തു. ഇന്നത്തെ കാലത്ത് ഒരു 1400 കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്തത് ഈ മേശയുടെ കാലുകൾ, ആ മേശയുടെ കാലുകൾ കണ്ടാൽ പോലും ഒരാൾക്ക് അട്രാക്ഷൻ തോന്നുമെന്ന് വിചാരിച്ചിട്ട് അതിനെ തുണി കൊണ്ട് മറച്ചു വെച്ചു. നമ്മളൊരു വിചാരിക്കും ഇതൊക്കെ ഒരു കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ ഇന്നും ഈ വൈകൃതങ്ങൾ മനുഷ്യന് കൂടി വരികയാണ്.
അതുകൊണ്ട് റെസ്പെക്റ്റ് പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഒരു ആൺകുട്ടി വളരുമ്പോൾ അവൻ്റെ പെങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത്, അമ്മയെ റെസ്പെക്റ്റ് ചെയ്ത്, ഒരു സമൂഹത്തിലെ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്ത് തരിക. അപ്പോഴാണ് അബ്യൂസ് കുറയുന്നത്. അല്ലെങ്കിൽ അബ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അബ്യൂസ് കുറയണമെങ്കിൽ ഈ ബഹുമാനം, ആദരവ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ആദരവ് ആരുടെ ഔദാര്യത്തിൽ വരുന്നതല്ല, നമ്മൾക്ക് തന്നെ ലഭ്യമാകുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇതൊക്കെയാണ് നമ്മുടെ ബ്ലോക്ക്, നമ്മൾ നേരിടുന്ന ബ്ലോക്കുകൾ ഇതൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, പരിഹാസത്തെ ഇത്രയും കച്ചവടമാക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഏതാ ഉള്ളത്? പരിഹാസത്തെ ഏറ്റവും കൂടുതൽ കോമഡി ചാനലുകൾ കേരളത്തിലാണുള്ളത്. ഈ കോമഡി ചാനലിലെ പ്രധാനപ്പെട്ട രസങ്ങളിൽ ഒന്നെന്താണ്? ലൈംഗികത ഒരു രസമാണ്, സെക്ഷുവാലിറ്റി ഒരു രസമാണ്. 2, ബോഡി ഷേമിങ് വേറൊരു രസമാണ്. അപ്പോൾ മനുഷ്യൻ്റെ പരിമിതികളെ, അവൻ്റെ ജെൻഡറിനെ വളരെ പരിഹാസത്തോടെ ആലങ്കാരികമായി പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഇതിന് കാഴ്ചക്കാർ കൂടുന്നു, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇതിന് സ്പോൺസേഴ്സ് ഉണ്ടാകുന്നു. ഇവിടെ ആദരവുണ്ടാകുന്നത്. അപ്പം കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും സംസ്ഥാനത്തിലും എല്ലാ ഇടങ്ങളിലും ലഭിക്കേണ്ട ആദരവുകൾ അത് പരസ്പരമാണ്. അതൊരു സൈഡല്ല, പരസ്പരമാണ്. പരസ്പരം മ്യൂച്വലായി, റെസിപ്രോക്കലായി അങ്ങനെ ഒരുമിച്ച് വളരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം ഉണ്ടാകുന്നത്. ഈ 2 സ്ത്രീകളുടെ ജീവിതം, നിങ്ങൾ അവരുടെ ഒരു റോളിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ, ഇപ്പോൾ സമാരിറ്റൻ വുമൻ്റെ പ്രത്യേകത നമുക്കറിയാം. സമാരിറ്റൻ ആയതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ഒരു ഇമ്പ്യൂരിറ്റി സിസ്റ്റത്തിൽ ഷി വാസ് കൺസിഡേർഡ് ആസ് ഇംപ്യൂർ. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ശമരിയക്കാരി സ്ത്രീയുടെ സാക്ഷ്യത്തെ ജനം വിശ്വസിച്ചു. ഇത് ചെറിയ കാര്യമല്ല. പാലസ്തീൻ പശ്ചാത്തലം അനുസരിച്ച് സ്ത്രീയുടെ സാക്ഷ്യം അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അതുതന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 32-ാമത്തെ ഭാഗത്തിൽ ഹന്ന കർത്താവിനെക്കുറിച്ച് പ്രസ്താവിച്ചത്, അവരെല്ലാം അവിടെ കൂടി വന്നിരുന്നവരെല്ലാം, അതായത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന ഒരു സമൂഹം മുഴുവൻ കേട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗങ്ങളും നമ്മളോട് പറയുന്നത് സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾ കേൾക്കത്തില്ല എന്നവിടെ പറയുന്നില്ല. അതാണ്, നീ ഒരു സ്ത്രീയാണ്, നീ മിണ്ടരുത്, നീ എൻ്റെ അടിമയാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എത്ര ഭക്തി ഉണ്ടെങ്കിലും ഒരു സ്ത്രീക്ക് വാതുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് ഒരു ഡോമിനേറ്റീവ് സ്ട്രക്ചർ തന്നെയാണ്. ഞാനൊരു ഫാമിലി കോൺഫറൻസിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കൽ പോലും ഒരു വഴക്കുണ്ടായിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എന്തോ ഒരു അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഒരു അങ്കിൾ എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ കൗണ്ടർ ചെയ്യണം, തെറ്റാണ്. ഞങ്ങൾ 40 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ്, ഇന്ന് വരെയും ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കിയിട്ടില്ല. അയാൾ പറഞ്ഞു ശരിയാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നോട് ആ വികാരി അച്ഛൻ അടുത്തിരുന്ന അച്ഛൻ പറഞ്ഞു, അയാൾ പറഞ്ഞാൽ കറക്റ്റാണ്, അവർ തമ്മിൽ ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല. വഴക്കുണ്ടാക്കാൻ അവളുടെ വാതുറക്കാൻ ഇയാൾ അനുവദിച്ചിട്ടുണ്ടേ. മനസ്സിലായി? 40 വർഷമായിട്ട് അടിമയെ പോലെ ഒരു സ്ത്രീയെ വീട്ടിലിട്ടിരിക്കുകയാണ്, പിന്നെ എങ്ങനെ അയാൾ വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക, വാതുറക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായി വിചാരിക്കേണ്ട. ഇവിടെ അഭിപ്രായങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയും കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ ആഗ്രഹങ്ങളൊന്നും സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ വീടിനുള്ളിൽ, നമ്മുടെ സാഹചര്യത്തിനുള്ളിൽ നമുക്ക് പറ്റുന്ന ഒത്തിരി സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഉപയോഗിച്ചില്ല എങ്കിൽ എപ്പോഴൊക്കെ നഷ്ടങ്ങൾ വരുമോ, അതുകൊണ്ടാണ് ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുമ്പോൾ നഷ്ടങ്ങളുണ്ടാകുന്നത് സ്ത്രീകൾക്കാണ്, കുട്ടികൾക്കാണ്, വാർദ്ധക്യത്തിലുള്ളവർക്കാണ്. കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായത് സ്ത്രീകൾക്കാണ്. കാരണം എപ്പോഴും വൾണറബിളാണ് സ്ത്രീകൾ. അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇൻഡിപെൻഡൻ്റായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന വാക്കാണ്. ഇൻഡിപെൻഡൻ്റ് എന്ന വാക്ക് തെറ്റാണ്, ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. ഒരു ഫാമിലിയിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റായി തീരുക, അതൊരു മ്യൂച്വലാണ്, അതൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് കണ്ടീഷൻ ചെയ്ത ഒരു സാഹചര്യത്തെ റിവേഴ്സ് കണ്ടീഷൻ ചെയ്യുന്നിടത്താണ് ഇനിയും ഒരു പുതിയ ലോകം സാധ്യമായി തീരും. റിവേഴ്സ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് റിവേഴ്സ് കണ്ടീഷൻ. റിവേഴ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ കുട്ടികളെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുക, ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുക, പരസ്പരം ബഹുമാനിക്കേണ്ടത് പഠിപ്പിക്കുക. നമ്മൾ അതിശയിച്ചു പോകും. ഫിൻലാൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യം, അവിടെ 50% അടുത്ത് പാർലമെൻറ്റിൽ അവരുടെ സ്ത്രീകളുടെ പ്രസൻസ് ഉണ്ട്.
19 മന്ത്രിമാരുണ്ടെങ്കിൽ അതിൽ 11 മന്ത്രിമാരും സ്ത്രീകളാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ സ്ത്രീകൾ പഞ്ചായത്ത് മെമ്പറാകുമ്പോഴും പ്രസിഡൻ്റ് ആകുമ്പോഴും ഭരിക്കുന്നത് ഭർത്താവാന്ന് പറയത്തില്ലേ? അതുപോലല്ല, അവരവരുടെ കഴിവുകൾ വെച്ച് ഫിൻലാൻഡിൽ അവർ ഭരിക്കുക, അവരുടെ കഴിവുകൾ നേതൃത്വത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കിനേക്കാൾ അപ്പുറം ഒരു രാജ്യം ഒരു ജനതയ്ക്ക് കൊടുക്കുന്ന മൂല്യമാണ് പ്രധാനം. ഹൈലി പോപ്പുലേറ്റഡായ ഒരു രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളൊന്നും സാധിക്കണമെന്നില്ല. ഏജ് കെയർ വലിയ പാടായിരിക്കും. അതൊക്കെ പ്രായാധിക്യത്തിലായ ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത് ഇത്രയും പോപ്പുലേറ്റഡായ ഒരു രാജ്യത്ത് ചിലപ്പോൾ സാധ്യമായെന്ന് വരികയില്ല. എന്നാൽ ഒരു സ്ത്രീ അത്യാവശ്യമായും പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പഠിച്ചില്ല എങ്കിൽ നഷ്ടം ആ സ്ത്രീക്ക് മാത്രം. സെക്സ് എഡ്യൂക്കേഷൻ ഫ്രം സ്കൂൾ, ഈക്വൽ റെസ്പെക്റ്റ് ഇസ് നോട്ട് ബെനവലൻസ്, ഒരാളുടെ ഔദാര്യമല്ല, ബട്ട് റൈറ്റ്. മേരി ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അത് അവരുടെ ഒരു പുസ്തകമാണ് ഡിസേബിൾഡ് ഗോഡ്, ദ ഗോഡ് ദ ഡിസേബിൾഡ് എന്നാണ്. അവർ പറയുന്നുണ്ട് ഈ വീൽ ചെയറിൽ അവർ പള്ളിയിലേക്ക് വരുമ്പോൾ, വീൽ ചെയറെ പിടിക്കാൻ ഒരു 10 പേര് കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സ്വയമായി വീൽ ചെയറിൽ പള്ളിയിൽ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ദേവാലയങ്ങൾ പണിയപ്പെടണം. കാരണം ഞങ്ങളുടെ സ്പേസ് ഞങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഔദാര്യത്തിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് കുടുംബത്തിലുള്ള പങ്കെന്താണ്, അവൾക്ക് എന്തെല്ലാം വ്യത്യസ്തമായ റോളുകൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം മറ്റൊരാളുടെ ഔദാര്യത്തിലൂടെ ലഭിക്കുന്നതല്ല. അതിനേക്കാൾ അപ്പുറം നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു വലിയ നേതൃത്വ ശേഷി, വിഭവശേഷി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ്? ഒരു പക്ഷേ ഒരേ പൗരസ്ത്യ പാരമ്പര്യത്തിലും അതിൻ്റെ സംസ്കാരത്തിലൊക്കെ വളർത്തപ്പെട്ടിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസാണ്. ഈ അടുത്തിടയിൽ വന്ന ചില കേസസ് മാത്രം, അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അതിൻ്റെ കണ്ടൻറ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം അങ്ങനെ കേസസ് എന്ന് പറയുന്നത് എത്തിക്കലില്ലാത്തതുകൊണ്ട് കേസിനെ കുറിച്ചൊന്നും പറഞ്ഞു. ഒരു കേസിൽ ആ പെൺകുട്ടിയും ആൺകുട്ടിയും 10 വർഷം ഒരുമിച്ച് ജീവിക്കുന്നു. പക്ഷേ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. 2 മുറികളിലാണ് താമസിക്കുന്നത്. യങ്സ്റ്റേഴ്സാണ്. എന്നാൽ സംഭവിക്കുന്നത് ഈ പെൺകുട്ടിക്ക് അവളുടെ സ്വത്ത് എവിടെയാണെന്ന് അറിയത്തില്ല. എല്ലാം ജോയിൻ്റ് അക്കൗണ്ടാണ് കേട്ടോ, നല്ല ഇതാണ്, ജോയിൻ്റ് അക്കൗണ്ടാണ്. പ്രോപ്പർട്ടി ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻകം ഒന്നും അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ള അടിമയെ പോലെ ജീവിക്കുകയാണ്. അപ്പോൾ അവൾ കൗൺസിലിംഗ് വരുമ്പോൾ ചോദിക്കുന്നത്, ഇനി ഒരു 10 വർഷം കൂടെ ഞാൻ അച്ഛൻ അടിമയായിട്ട് ജീവിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? മനസ്സിലായോ? അതായത് കയ്യിൽ പണമില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ഭർത്താവ് കൈയടക്കി വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ, അവരും ഇതുപോലൊരു സാഹചര്യമാണ്. മക്കൾ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ മക്കൾ അപ്പൻ്റെ കൂടായി. അപ്പൻ അറിഞ്ഞുകൊണ്ട് മക്കളെ കൂടെ നിർത്തിയാണ്. കാരണം അങ്ങനെ നിർത്തിയാൽ ആ രാജ്യത്ത് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടും. അപ്പോൾ അവിടെയും ഈ സ്ത്രീക്ക് യാതൊരു വരുമാനമില്ല. ഒരു വൈകാരികമായ നിമിഷത്തിൽ മക്കളെ വേണ്ടാന്ന് അവൾ തീരുമാനിച്ചു, ഭർത്താവിൻ്റെ കൂടെ പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഭർത്താവ് ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു, സ്നേഹം നടിച്ചു, മക്കളെ കൂടെ നിർത്തി, ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അവിടെയും നഷ്ടം ആ സ്ത്രീക്കാണ്. താഴോട്ട് വരാം. പല വീടുകളിലും ഇങ്ങനെ ടോക്സിക്കായ റിലേഷൻഷിപ്പ് ഉണ്ട്. ടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷലിപ്തമായ ബന്ധങ്ങൾ. അതായത് നൽകേണ്ട ആദരവ്, നൽകേണ്ട ബഹുമാനം നൽകാതെ ഇരിക്കുക. എല്ലാ തീരുമാനങ്ങളും അയാളുടെ തീരുമാനങ്ങളായി മാറും. പ്രത്യേകിച്ചൊന്നും പറയണ്ട, എനിക്കറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഞാനിങ്ങനെയാണ് എന്ന് പറയുക. അല്ല, നാർസിസ്റ്റ് ബിഹേവിയർ ഉണ്ടാകുക. ഇതൊക്കെ ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ സഹിച്ചു പോയിരുന്നു, ഇപ്പോഴും സഹിക്കുന്നു. പുതിയൊരു തലമുറ സഹിക്കത്തില്ല. അതുകൊണ്ട് പുതിയ തലമുറയെങ്കിലും അവരുടെ സ്വന്തം കാലിൽ നിന്ന് അവർക്ക് ജീവിക്കാനും അതേസമയം തന്നെ ഫാമിലി റിലേഷൻഷിപ്പ് സന്തോഷമായിട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ജീവിതം ഉണ്ടാകുക, അത് സ്വപ്നം കാണുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏറ്റവും അവസാനത്തെ ഒരു ഇത് പറയാം. അതായത് നമ്മുടെ വീടുകളിൽ എല്ലാം ഒരു ആധിപത്യത്തിൻ്റെ, അധീശത്വത്തിൻ്റെ, പവർ സ്ട്രക്ചറിൻ്റെ കീഴിലായതുകൊണ്ട് സംഭവിച്ചത്, മക്കൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവർ പരസ്പരം സ്നേഹിക്കുന്ന കണ്ടിട്ടേ ഇല്ല. എല്ലാം ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ പോലാണ്. അതെ എവിടാ എന്ന് ഇതൊക്കെയാണ് സംഭാഷണങ്ങൾ. അപ്പോൾ മക്കൾ അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ.
കല്യാണം, ഒരു പെൺകുട്ടിയുടെ കല്യാണം, അവൾ എത്ര പറഞ്ഞാലും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. കാരണം അവൾക്കൊരു സ്നേഹവും പ്രണയവും ഒന്നും തോന്നുന്നില്ല. കല്യാണം ഫിക്സ് ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ പറയും കല്യാണം വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, എന്താ ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് എപ്പോഴും വേണ്ടെന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നേ ഇല്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തോ സംസാരിക്കുന്നേ, അവിടെ മഴയുണ്ടോയെന്ന് ചോദിക്കും, പിന്നെന്തോ ചോദിക്കും, അതവിടെ ഓഫീസ് ജോലിക്ക് പോയെന്ന് ചോദിക്കും, പിന്നെ വേറെന്തോ ചോദിക്കും. വേറെന്തോ ചോദിക്കാനോ? അല്ല വേറെ നിങ്ങളൊന്നും സംസാരിക്കത്തില്ല. വേറെ എന്തോ സംസാരിക്കാനാ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കല്യാണം ഉറപ്പിച്ച് കല്യാണം ഡേറ്റൊക്കെ എടുത്തായി കഴിയുമ്പോൾ പിന്നെ അവർ തമ്മിൽ സംസാരിക്കും. എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന അടുത്തിരിക്കുന്ന ആൾക്ക് പോലും കേൾക്കാനൊക്കത്തില്ല. ആ പ്രണയമൊക്കെ പോകാൻ കാരണം എന്താണ്? ഇപ്പുറത്ത് വളരെ ഡ്രമാറ്റിക് റിലേഷൻഷിപ്പാണ്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല, ആദരവുണ്ടാകുന്നില്ല, ബഹുമാനം ഉണ്ടാകുന്നില്ല, ചർച്ചകളുണ്ടാകുന്നില്ല, ഒരുമിച്ച് വളരുന്നില്ല. പരസ്പരം ഈ അധീശത്വം സൂക്ഷിക്കുന്നത് കൊണ്ട് പ്രയാസമായിട്ട് വരിക. ഇവിടെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം വെച്ച്, അതുകൊണ്ട് ഇന്ന റോൾ, മൾട്ടിപ്പിൾ റോൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ റോൾ, അമ്മ എന്ന റോളും ഭാര്യ എന്ന റോളും ഉദ്യോഗസ്ഥൻ എന്ന റോളും സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം എന്ന റോളും പൊളിറ്റീഷ്യൻ എന്ന റോളും എല്ലാ റോളുകളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏത് റോളാണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ റോൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ദയാഭായി എത്ര സമയമുണ്ട്, ദയാഭായിയുടെ ജീവിതം, ദയാഭായിയോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ദയാഭായി പറഞ്ഞു, വടക്കേ ഇന്ത്യയിൽ അവർ സാധാരണ സ്ത്രീകളുടെ ഇടയിലാണ് വർക്ക് ചെയ്തത്, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവിടെ അവർ തിരിച്ചറിഞ്ഞൊരു സത്യം, അവിടുത്തെ സ്ത്രീകളെ, അവർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ആ സ്ത്രീകളെ എംപവർ ചെയ്താലൊരു ഗുണം, ഒരിക്കലും അവിടെ മാറത്തില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ മാറത്തില്ല. അത് ലാത്തി ചാർജ് ഉണ്ടായാലും നല്ല അടി പോലീസ് കൊടുത്താലും ഉപദ്രവിച്ചാലും റോഡി വേണേ കിടക്കും. എന്നാൽ അവരുടെ ഭർത്താക്കന്മാർ ലാത്തി കാണിച്ചാൽ മതി, ഓടും. ധൈര്യം എന്നൊക്കെ പറയുന്നത് വെറുതെ പുറമേ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയാഭായി പറയായിരുന്നു, ഒരു കുടുംബം നന്നാകണമെങ്കിൽ, ഒരു സമൂഹം നന്നാകണമെങ്കിൽ ഒരു സ്ത്രീയെ എംപവർ ചെയ്യണം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരു കുടുംബം നന്നാകണമെങ്കിൽ ഒരു സ്ത്രീ ജോലിക്ക് പോകണം, അത്രയെങ്കിലും ചെയ്യണം. കാരണം അവൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ മക്കളെ പഠിപ്പിക്കും, അവിടെ മക്കൾ പഠിക്കും, അവർ ജോലിക്ക് പോകും, അങ്ങനെ അവരിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം വേണ്ട, ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചൊരു തലമുറ അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് അവരുടെ സാക്രിഫൈസ് ദൈവം കണ്ടു, അവരുടെ കുടുംബജീവിതമൊക്കെ അനുഗ്രഹമായിരുന്നു. എന്നാലൊരു പുതിയ കാലമാണ് നമ്മൾ, ആ കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ഇവിടെ യൂസ് ഓഫ് വിന്നിങ് മെത്തഡോളജി, ഇതെന്താണ് യൂസ് ഓഫ് വിന്നിങ് മെത്തഡോളജി? പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വലിയ വ്യത്യാസം, സ്ത്രീക്ക് ഇമോഷൻസാണ് മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് ഒരു സ്ത്രീയുടെ കമ്പാഷനിലാണെന്ന് പറയും. കാരണം ഈ ലോകം എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്, കുറേ പേര് കമ്പാഷനേറ്റായിട്ട് ഇടപെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് വിജയത്തിനുള്ള വലിയ സാധ്യത. നമ്മുടെ ഉള്ളിലെ അനുകമ്പ, നമ്മുടെ ഉള്ളിലെ സ്നേഹം, വൈകാരികമായി ഇടപെടാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഈ മൾട്ടി ടാസ്കിങ് പഠിക്കുമ്പോൾ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു പേപ്പറിൽ വായിച്ചിട്ടുണ്ട്, അവർ MBA വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുത്തത് ഇന്ത്യൻ ഹൗസ് വൈഫ്സിൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയെക്കുറിച്ചായിരുന്നു. കാരണം അവരുടെ ജീവിതം നമുക്ക് തന്നെ അറിയാം, ഒരു ക്ലയൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. ഭർത്താവിന് ചൂട് ദോശ വേണമെങ്കിൽ ചൂട് ദോശ കൊടുക്കും, മക്കൾക്ക് ദോശ വേണ്ട ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കും, മക്കൾക്ക് അപ്പന് ഉപ്പ് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് കുറച്ച് കൊടുക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഒരു വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഒരു സ്ത്രീ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ അഭാവത്തിൽ ഇത്രയും ഉത്തരവാദിത്വം ഒരു പുരുഷന് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഈ മൾട്ടി ടാസ്കിങ്ങിന് വളരെ കഴിവുള്ളവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് വിന്നിങ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ യൂസ് യുവർ ഇമോഷൻ ആസ് സ്ട്രെങ്ത്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അതൊരു കുറവായിട്ട് വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് യൗവന പ്രായത്തിൽ വിധവകളായിരുന്ന സ്ത്രീകൾ ഒരു പക്ഷേ അവിടെ വീട്ടിൽ ആളുകൾ കാണാൻ വരുമ്പോൾ വിചാരിക്കുമായിരിക്കും ഈ പെൺകുട്ടി എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഈ സ്ത്രീ എങ്ങനെ ജീവിക്കും, അവരൊക്കെ മരിച്ചു പോയോ? ഇല്ല. അവരുടെ ദുഃഖത്തിൻ്റെ ഗ്രീഫിനെയൊക്കെ ഓവർകം ചെയ്ത് അവർ ജീവിതത്തെ പോരാടി ജയിച്ചു. അനേകം വിധവന്മാർ അവരുടെ മക്കളെ വളർത്തി പഠിപ്പിച്ചു. പക്ഷേ അവർ പിന്നെ വളർന്നു കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവർ ഒറ്റപ്പെട്ടു പോകും. അതൊരു സാഹചര്യം. അതാണ് നമ്മൾ ഈ വിശ്വസർക്കിൾ എന്ന് പറയുന്നത്. തിരിച്ച് വീണ്ടും നഷ്ടം അവൾക്ക് തന്നെയാവും. എന്നാൽ ഇതെല്ലാം അവൾക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ട്. കാരണം ഇതാണ്,
എംപതി ബേസ്ഡ് ലീഡർഷിപ്പാണ്, അല്ലെങ്കിൽ കമ്പാഷൻ ബേസ്ഡ് ലീഡർഷിപ്പാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ കരുണ തന്നെയാണ്. ഈ ലോകം നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ പുരുഷന്മാരും തീവ്രവാദികളായി മാറിയനെ. നല്ല അമ്മമാർ വളർത്തിയോണ്ടാണ് നല്ല മനുഷ്യരായി മാറിയത്. നല്ല അമ്മമാർ, ഭക്തരായ അമ്മമാർ പ്രസവിച്ചത് കൊണ്ടാണ് ദൈവിക ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ലോകത്തിൻ്റെ മുഴുവൻ എക്സിസ്റ്റൻസ് പോലും ഒരു സ്ത്രീയുടെ കമ്പാഷനിൽ നിന്നാണ് എന്നാണ്. നമ്മൾ വേദപുസ്തകത്തിൽ 8 o'clock വേദപുസ്തകത്തിലെ മാതൃകകൾ നമ്മൾ പലത് ഇപ്പോൾ പഠിച്ചു. അതിൽ മറ്റൊരു മാതൃകയാണ്, ശക്തമായ മാതൃകയാണ് നവോമിയും രൂത്തും. അവരവരുടെ ആ ബന്ധങ്ങളെ എത്രമാത്രം ശക്തമായി അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായി ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സ്മാർട്ടറായി നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഒത്തിരി സാധ്യതകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഒരു വീട്ടിലൊരു ഒറ്റപ്പെടലുണ്ടായാൽ, ഒരു ക്രൈസിസ് ഉണ്ടായാൽ ഒരു സ്ത്രീ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നില്ല. അവളുടെ മുമ്പിൽ അനന്തമായ സാധ്യതകളുണ്ട്. അവൾ കണ്ണു തുറന്നു നോക്കുകയാണെങ്കിൽ ഒത്തിരി വാതിലുകൾ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത്, അതിജീവിക്കുവാനുള്ള പ്രതീക്ഷ കൈവിടാതെ അതിജീവിക്കുവാനുള്ള ക്ഷമ, ഈ ജോനാഥൻ ലിവിങ്സ്റ്റൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെയുള്ള പേഷ്യൻസ് ഉണ്ടാകുമ്പോൾ അവൾ ആഗ്രഹിച്ചതിനും അവൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. ഒരമ്മ ഒരു കുഞ്ഞ് കരയുമ്പോൾ, അമ്മ ഒരുപക്ഷെ വീടിന് പുറത്തായിരിക്കും, പക്ഷേ എങ്ങനെയാണ് ഈ കുഞ്ഞ് കരയുന്നത് കേട്ട് ഓടി വരാൻ പറ്റുന്നത്? ഒരപ്പനത്രയും പറ്റത്തില്ലല്ലോ. അതായത് അമ്മ ഒരു കുഞ്ഞിൻ്റെ നേർത്ത, ഫീബിളായിട്ടുള്ള വോയിസാണ്, നേർത്ത കരച്ചിൽ കേൾക്കാൻ പറ്റുന്ന പാകത്തിൽ അവളുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുന്നു. അങ്ങനെയാണ് അവൾ പുറത്തുപോയി ജോലി ചെയ്യുന്നത്. ഇനി നമ്മൾ തിരിച്ച് നോക്കി, പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ അമ്മ അടുത്ത് കിടത്തുമ്പോൾ ഈ ശരീരം മുഴുവൻ ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞാൽ കുഞ്ഞ് പോയില്ലേ, പക്ഷെ ചരിയത്തില്ല. ഭയങ്കര ഉറക്കക്കാരായിരിക്കും. കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ ഉറക്കവും പോകും. കുഞ്ഞൊന്ന് അനങ്ങിയാൽ ഉടനെ കണ്ണ് തുറക്കും. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് പണ്ടത്തെ കാലത്ത് കുഞ്ഞിനെ ഇങ്ങനെ മാറ്റിക്കിടത്തുന്നവരുടെ ഇല്ലല്ലോ. കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. അമ്മയുടെ കൂടെ കിടക്കുമ്പോൾ അമ്മ കുഞ്ഞിനെ കൈ ചേർത്ത് പിടിക്കുകയാണ്. എന്നാൽ ബോധമില്ലാതെ ഉറങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? ഈ 110 കിലോ ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞാൽ ചരിയത്തില്ല, ഇല്ലേ? കാരണം അവളുടെ ഉപബോധ മനസ്സിലും കുഞ്ഞ് അടുത്ത് കിടപ്പുണ്ടെന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടാകും? ഇതാണ് ഒരു സ്ത്രീയിലെ ഒരു സർഗാത്മകത, ഇൻട്രിൻസിക്കായ അവളുടെ കഴിവ്. ഇൻട്രിൻസിക്കായ അവളുടെ കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഒരുക്കപ്പെടുന്നവരല്ല ഇന്നത്തെ സ്ത്രീകളെല്ലാം. ഏത് സാഹചര്യത്തിലും നമ്മളൊരു ചിന്തിക്കണം, എന്തുകൊണ്ടാണ് വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും US-ലും പോയ സ്ത്രീകൾ നാട്ടിൽ മടങ്ങി വരാൻ ആഗ്രഹിക്കാത്തത്? മൈഗ്രേഷനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴെല്ലാം ഇങ്ങനൊരു ചോദ്യം ചോദിക്കണം, വൈ ദോസ് വിമൻ ആർ നോട്ട് വില്ലിങ് ടു കം ബാക്ക്? എന്താ? അതായത് അവർ ഇവിടുന്ന് വിമാനം കയറി ആ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവരുടെ ഐഡൻറ്റിറ്റി മാറിക്കഴിഞ്ഞു. വസ്ത്രധാരണം മാറി, അവർ ഡ്രൈവിംഗ് പഠിച്ചു, തന്നെ ജോലി ചെയ്യാൻ പഠിച്ചു, പ്രൊമോഷൻ കിട്ടി, അവിടുത്തെ കോഴ്സുകൾ പഠിച്ചു. അങ്ങനെ അവൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഗോൾസ് അവൾ അവിടെ ചെന്ന് അച്ചീവ് ചെയ്തു. എന്നാൽ ആ സ്ത്രീ തിരിച്ച് വീണ്ടും നാട്ടിൽ വന്നാൽ എന്തായിരിക്കും? വീണ്ടും ബീഫ് ഫ്രൈ ഉണ്ടാക്കി, മീൻകറിയും ഉണ്ടാക്കി, ഇയാളെ കഴിപ്പിച്ച് അപ്പോൾ അവൾ പറയും, എനിക്ക് ഈ രാജ്യത്ത് നിന്ന് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം കൊടുക്കുന്ന മൂല്യബോധമുണ്ട് ഒരു സ്ത്രീക്ക്. അവൾക്ക് കിട്ടുന്ന അംഗീകാരം, അവൾക്ക് യാത്ര ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ ഒത്തിരി, അത് വലിയൊരു ചർച്ചാ വിഷയമാണ്. നമ്മൾ വേറൊരു വിഷയമാണ്, അതിലേക്ക് വരാം. എന്നാൽ മടങ്ങി വരാത്തതിൻ്റെ കാരണം അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യവും അവിടെ കിട്ടുന്ന ഉയർച്ചയും അവിടെ കിട്ടുന്ന ജോലിയിലെ ആനന്ദവും ഒരുപക്ഷെ മടങ്ങി വരുമ്പോൾ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാണ് മുൻപോട്ട് ജീവിക്കേണ്ടത്?
സോ വാട്ട് ടു ടീച്ച്. ഞാൻ പ്രായമായ സ്ത്രീകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കരായ സ്ത്രീകളെക്കുറിച്ചോ ഒന്നും നിങ്ങളങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം വെച്ച് നമ്മളിങ്ങനെ സന്തോഷമായിട്ട് പോയാൽ. പക്ഷേ പുതിയൊരു തലമുറയെങ്കിലും നമ്മൾ ഒരു നല്ല മൂല്യബോധത്തിൽ വളർത്തിക്കൊണ്ട് വരും. ഇത് ആൺകുട്ടികളെ ഉൾപ്പെടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. സോ വാട്ട് ടു ടീച്ച് ആർ യങ് ഗേൾസ്. നമ്മുടെ പെൺകുട്ടികളെ എന്താണ് ചെയ്യിപ്പിക്കുന്നത്? അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പെൺകുട്ടികൾക്ക് നല്ല പഠനങ്ങൾ കൊടുക്കുക. യു ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ ദെയർ എഡ്യൂക്കേഷൻ. നല്ല പഠനം കൊടുക്കുക. ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ. ഇല്ല എങ്കിൽ പറഞ്ഞ പോലെയാണ്, വീണ്ടും പഴയ പോലെ ത്യാഗം ചെയ്യുന്ന ഭാര്യ ഇങ്ങനെ കൈനീട്ടി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കേണ്ടി വരും. കാരണം അതൊരു പുതിയ കാലത്തിൽ ഇതെല്ലാം പ്രശ്നമാകുന്നു. ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തലമുറയിലേക്ക് വരുന്നു. അവിടെയാണ് ഇതൊക്കെ വിഷയം. അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. നല്ല ആൺകുട്ടികളാണ്, നല്ല ഭർത്താക്കന്മാരാണെങ്കിൽ ഇതൊന്നൊരു വിഷയമേ അല്ല. പലപ്പോഴും ഈ ഇഷ്യൂസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഗ്രൂം ചെയ്തെടുക്കേണ്ടത് ഒരു പെൺകുട്ടി ഇൻഡിപെൻഡൻ്റായി അവളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ജോലി, ഡ്രൈവിംഗ്, ഫിനാൻസ്. കാരണം ഇത് പുതിയ തലമുറയിൽ നമ്മൾ കാണുന്നത് കാർഡെല്ലാം അവൻ്റെ ഇരിക്കുകയാണ്. ഒടുവിൽ കാർഡ് മാത്രമേ ഉള്ളൂ, കാശെല്ലാം അവൻ കൊണ്ടുപോയി. അതാണ് പ്രശ്നം. കാർഡ് കൊടുക്കും, കാശില്ല. അതുകൊണ്ട് അവളുടെ സമ്പാദ്യം, അവൾ കഷ്ടപ്പെട്ട സമ്പാദ്യം. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, അവൾ 10-15 വർഷം കഷ്ടപ്പെട്ട പൈസ അവളുടെ ഹസ്ബൻഡ് അവളുടെ എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. പൈസ കാര്യം ചോദിക്കുമ്പോഴെല്ലാം വഴക്കാണ്. മനസ്സിലായോ? കാരണം അവൾക്ക് അറിവില്ലായ്മ, ഇഗ്നോറൻസ്, അതാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്. സ്പിരിച്വാലിറ്റി. നമ്മുടെ മക്കൾ നല്ല നല്ല ആധ്യാത്മികതയിൽ വളരാനായിട്ട് സാധിക്കും. റെസ്പെക്റ്റ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയിൽ വളരാൻ സാധിക്കും. ഇൻഡിപെൻഡൻസ് ഞാൻ പറഞ്ഞു. നോട്ട് ടു അഡിക്ഷൻസ്. ഇത് വലിയൊരു വിഷയമാണിപ്പോൾ. പെൺകുട്ടികൾ ഉൾപ്പെടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കാലത്തിൽ നോട്ട് ടു അഡിക്ഷൻ. സെക്ഷുവാലിറ്റി, സെക്സ് എഡ്യൂക്കേഷൻ വളരെ ചെറുപ്പം മുതൽ കാണാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പിന് അത്യാവശ്യമാണ്. ഒന്ന് എന്താണ്? നോ നീഡ് ഓഫ് ഹീറോസ്. അതായത് ഒരാൾ തീരുമാനിക്കുന്നു, ഒരു കുടുംബം മുഴുവൻ അനുസരിക്കുന്നു എന്നുള്ളതിന് പകരം വി ഡിസൈഡ്, നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ വളരുന്നു, നമ്മൾ നമ്മുടെ ജീവിതത്തെ മെനഞ്ഞെടുക്കുന്നു. 2, ബി ക്രൗൺ നോട്ട് ജ്വൽ. അതായത് ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുക. രണ്ടുപേരും ഒരേ പ്രൊഫഷനായിരിക്കും, പക്ഷേ ഈ തണൽ മതി. ക്രൗൺ ആകുക എന്നുള്ളത് മാത്രമാണ്, ജ്വലാകുന്നതിനകത്തല്ല കാര്യം. ക്രൗൺ ആകുന്നിടത്താണ്. അതായത് രണ്ടുപേരും അങ്ങനെ ചിന്തിക്കണം. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കണം, അവൾ ക്രൗൺ ആകണം. എൻ്റെ ജ്വലായി ജീവിക്കുന്നതിനകത്തല്ല, അവളുടെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് വളരണം. ഭാര്യയും അതുപോലെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കണം, അയാളും അയാളുടെ സാധ്യതകൾ ഉപയോഗിച്ച് വളരണം. മക്കളും അപ്രകാരം അപ്പനും അമ്മയുടെയും ജീവിത സാഹചര്യം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വളരാൻ പറ്റണം. അവരുടെയും അനന്തമായ സാധ്യതകളെ ഉപയോഗിക്കാൻ പറ്റണം. 3, മ്യൂച്വാലിറ്റിയാണ്. ഇതെല്ലാം ഒരു സൈഡ് മാത്രമാണോ? അല്ല, ഇത് റെസിപ്രോക്കലാണ്. ഇത് പരസ്പര പൂരകമായി ഉണ്ടാകേണ്ട ഒന്നാണ്. 4, കോംപ്ലിമെൻറ്റാലിറ്റിയാണ്. കോംപ്ലിമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ. അതായത് ചില കുറവുകൾ ഉണ്ടാകും. നമുക്കെല്ലാം തികഞ്ഞൊരു പാർട്ട്ണർ ആകണമെന്നില്ല, കുറവുകളുണ്ടാകും. നമ്മൾ ഡി അഡിക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയും, സാധാരണഗതിയിൽ ഒരാൾ മദ്യപിച്ച് അയാളെ ഒരു ഡി അഡിക്ഷൻ കൗൺസിലിംഗ് സെൻ്ററിൽ വിട്ടാൽ അയാളുടെ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കും. കാരണം ഇയാൾ നന്നായി തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭാര്യ പറയും, താണ്ട്രാ വരുന്നു, വലിയ ധ്യാനം കഴിഞ്ഞ് വരികയാണ്, ഇത് എത്ര ദിവസം കാണും നമുക്ക് നോക്കാം. അവൻ അന്ന് പോയി വീണ്ടും കുടിക്കും. അപ്പോൾ കോംപ്ലിമെൻറ്റാലിറ്റിയാണ്. കോംപ്ലിമെൻ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ. അതായത് ഒരാളുടെ കുറവുകളെ വലിയതായി കാണുകയല്ല, കുറവുകൾ അറിഞ്ഞ് പെരുമാറി വളരാൻ സാധിക്കും. എന്താണ് യൂണിറ്റി എന്ന് ചോദിച്ചാൽ, യൂണിറ്റി ഈസ് അപ്രീഷിയേറ്റിംഗ് ഡിഫറൻസസ്. യൂണിറ്റി എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റാറ്റ് ആകുന്നതല്ല. ഇഫ് യു ആർ ഏബിൾ ടു അപ്രീഷിയേറ്റ് ദി ഡിഫറൻസ് ഓഫ് ദി അതർ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യൂണിറ്റി. മറ്റൊരാളുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാനം എന്താ പറയുന്നത്? 3 കാര്യങ്ങളാണ്. ഗ്രോ, ഗ്രോ, ഗ്രോ. എനിക്കിത്രയും മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്നിടത്തൊന്നും എനിക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എൻ്റെ മക്കൾ അവരുടെ കഴിവുകൾ എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ളൊരു അന്വേഷണം
നിരന്തരമായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം അടിത്തറ ആധ്യാത്മികതയാണ്. അതിൻ്റെ എല്ലാം അടിത്തറ സഭ, ഇടവക, ടെമ്പിൾ, ചേർച്ച്, ഫെലോഷിപ്പ്, ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, സ്പിരിച്വൽ ഫെലോഷിപ്പാണ്. അതിലൂടെ വചനാനുഷ്ഠിതമായി വേദപുസ്തകം നമ്മൾക്ക് നൽകുന്ന നല്ല മാതൃകകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ മെനഞ്ഞെടുക്കുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതം എല്ലാം തികഞ്ഞൊന്നുമല്ല, എല്ലാം തികഞ്ഞവരല്ല. ദർ ഈസ് നത്തിങ് ലൈക്ക് പെർഫെക്റ്റ് ലൈഫ്. വി മേക്ക് ആർ ലൈഫ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണതയുള്ള ഒരു ജീവിതമില്ല, പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. വി ആർ ട്രൈങ് ടു ബി പെർഫെക്റ്റ്. വി മേക്ക് അവർ സെൽസ് പെർഫെക്റ്റ്. ഭാവി എന്ന് പറയുന്നത് പോലും ഇന്നത്തെ കാലത്ത് ഭാവി എന്ന് പറയുന്നത് ദർ ഇസ് നത്തിങ് ലൈക്ക് ഫ്യൂച്ചർ ദറ്റ് ഇസ് ഗിവൺ എന്നാണ്. ഭാവി, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു മേക്ക് ടുഡേ. നാളത്തെ നിങ്ങളുടെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഇന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുക, നല്ല വ്യക്തികളായി വളരുക, നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കുക. അതൊരു കൊളാബറേഷനിൽ, നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഫാമിലിയെല്ലാം വിട്ട് ഭർത്താവിനെല്ലാം ഉപേക്ഷിച്ച് വലിയ വിജയം കൈവരിക്കുന്നതല്ല. അതൊരു കൊളാബറേഷനിൽ ഒരുമിച്ച് വളരുക. അങ്ങനെ അനുഗ്രഹീതമായി വളരാൻ സാധിക്കട്ടെ. ദൈവം അതിനിടയാക്കട്ടെ. എനിക്ക് ഇതിന് അനുവാദം നൽകിയ ബിൻ തിരുമേനിയോട്, ബഹുമാനപ്പെട്ട അച്ഛനോട്, മർത്തമറിയം സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇത്രയും നേരം ഉറങ്ങിയും ഉറങ്ങാതെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും സന്തോഷമായി.